വയനാട്ടിലുള്ള ഇപ്പോൾ നടന്ന ഈ ഉരുൾപൊട്ടൽ വളരെ വ്യത്യസ്തമായ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയപരമായി ഈ ചർച്ചയെ നയിക്കുന്നവരുണ്ട്. അതുകൂടാതെ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിനെ തള്ളിയതിനെ തുടർന്നാണെന്ന് പറയുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ വേറെ വശം കൂടി വരുന്നുണ്ട്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉരുൾപൊട്ടലാണെന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ശരിയായ അർത്ഥത്തിൽ ഏത് വീക്ഷണത്തെയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്, അഥവാ ശരിക്കും ഇത് എങ്ങനെ നോക്കിക്കാണണം? ഇത് മനുഷ്യരാശി നേരിടുന്ന പ്രശ്നമായിട്ട് നമ്മൾ ആദ്യം കാണണം. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയേ പറ്റും. രണ്ട്, ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമ്മൾ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യരാശി ഉണ്ടാക്കിയതല്ല. വാർമിങ് എന്ന് പറയുന്നത് നമ്മൾ ഐസേജ് ഉണ്ടായത്, ഐസേജ് അല്ലാതാകുന്നത് എന്ന് പറയുന്ന അതിലെ വാർമിങ് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു 20,000 വർഷം മുമ്പ് തൊട്ട് ആരംഭിക്കുകയും അതൊരു 10,000 വർഷം മുമ്പ് വളരെ ശക്തമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ള ഒരു ലോകത്തായിരുന്നു നമ്മൾ കഴിഞ്ഞത്. പക്ഷെ ഈ വാർമിംഗ് എന്ന് പറയുന്നത് കുറെ നാളായിട്ട് വലിയ വേഗതയില്ലാതെ ഒരു ചെറിയ രീതിയിൽ വാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഈ കഴിഞ്ഞ ഒരു 10,000 വർഷം എന്ന് നമ്മൾ പറയുന്നതുണ്ട്. അതുകൊണ്ട് വളരെ ഇപ്പൊ മനുഷ്യരാശി കൃഷി ആരംഭിച്ച് ലോകത്ത് വന്ന് ഇന്ന് നമ്മൾ കാണുന്ന സംസ്കാരം ഉണ്ടാക്കുന്നതും വലുതാകുന്നതും ഒക്കെ ഈ കാലയളവിലാണ്. ഇപ്പൊ നമ്മുടെ മൺസൂൺ എന്നൊക്കെ പറയുന്ന വളരെ കൃത്യമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ ഒരു 15 ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റിമറിച്ചിലും വ്യത്യാസത്തിനും ഒക്കെ ആയിട്ട് ഒരു താരതമ്യേന മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥയുള്ള ഒരു ഭൂമിയിലായിരുന്നു നമ്മൾ ഈ പറയുന്ന സംസ്കാരങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ താരതമ്യേന മെച്ചപ്പെട്ട കാലാവസ്ഥയ്ക്ക് കുഴപ്പമുണ്ടാക്കുന്ന പല പ്രവൃത്തിയും മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ അവന്റെ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത് നമ്മളങ്ങനെ കാണണം. എന്ന് പറഞ്ഞാല് മാറ്റങ്ങൾക്ക്, വ്യതിയാനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവൃത്തി മനുഷ്യരുടേതാണ്. അത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുകയും വേണം. അത് മനുഷ്യരെന്നാ അറിയേണ്ടത്. കൃഷി ആരംഭിക്കുന്നത് ഒരു വാർമിങ്ങിന് സാധ്യതയുണ്ട് കൂട്ടുന്നതിന് കാരണമാണ്. കാരണം നമ്മൾ കൃഷിയെല്ലാം ആദ്യകാലത്ത് ചെയ്തത് കട്ട് ആൻഡ് സ്ലാഷ് എന്ന് പറയും. എല്ലാ മരങ്ങളും വെട്ടിയിട്ട് ചുട്ട് കരിയാക്കി അതിനകത്തൊക്കെ തന്നെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഇന്നും ആ കൃഷി സമ്പ്രദായം കൃഷി ആരംഭിക്കുന്ന സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ കാട് ഇല്ലാതായി പോകുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ കാടും നാടും എന്ന് പണ്ട് പറയുന്നത് ഒരു കാലത്ത് ഈ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് ഇല്ല. എല്ലാവരും കാട്ടിനകത്ത് കൊച്ചു കൊച്ചു ഭക്ഷണം തേടി ജീവിക്കുന്ന ഗോത്രവർഗക്കാരോ അല്ലെങ്കിൽ കൃഷി ആരംഭിക്കുന്ന സമയത്ത് ചെറിയ കുടികളോ അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്തൊക്കെ കുറച്ചു പേര് തങ്ങുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നമ്മൾ ഈ മറ്റെല്ലാ ജീവികളെ പോലെയും ജീവിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ അറിയണം. അതേ സമയത്ത് വാർമിങ് ആരംഭിക്കുന്നതിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഐസേജ് ഉണ്ടാകുന്നതിന് നമുക്ക് കോൺട്രിബ്യൂഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ സാങ്കേതികമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോ ഐസേജിലേക്ക് വീണ്ടും പോകാവുന്ന കാലമാണ്. അത് അത്രയും വരാതിരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് മനുഷ്യന്റെ ആക്ടിവിറ്റി കൊണ്ടാണെന്നും കൂടെ അറിയണം. വലിയ തോതിൽ നമ്മൾ ഫോസിൽ ഫ്യൂവലൊക്കെ കത്തിക്കാനൊക്കെ തുടങ്ങുന്ന ഈ കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് നമ്മൾ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കണം. CFC കണ്ടുപിടിച്ച് നമ്മൾ ഈ ഓസോൺ പാളിക്ക് ദ്വാരം ഉണ്ടാക്കുന്നിടത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണെന്നോ നമ്മൾ ഉണ്ടാക്കുന്നതാണെന്നോ തെറ്റിദ്ധരിക്കരുത്. ഉരുണ്ടോണ്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് ഒരു ഉന്തുകൂടെ കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലുള്ള പണികൾ മനുഷ്യർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഇത് ഈ മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ ഇതിന് അകത്ത് ഇപ്പൊ നടക്കുന്ന വ്യതിയാനത്തിന് സ്പീഡ് കൂട്ടുന്നതിന് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും വിട്ടുകളഞ്ഞിട്ടുണ്ട്. അതുണ്ട്. അതുകൊണ്ടാണ് IPCC
റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത് ലോകവ്യാപകമായി മനുഷ്യര് ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുന്ന ഏത് പ്രവൃത്തിയും ലോകത്ത് മാറ്റം ഉണ്ടാക്കും. അത് മനുഷ്യരുടെ സവിശേഷമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയുകയും കൂടെ വേണം, ലോകത്ത് നമ്മളെന്ന് പറയുന്ന ജീവിക്ക് മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നമുക്കും ഹാനികരമാണ് മറ്റതിന് ഹാനികരമാണെന്ന് തിരിച്ചറിവുണ്ടാകുന്ന ഏക ജീവി മനുഷ്യരാണ്. വേറെ ജീവികൾക്കില്ല. അവസാനത്തെ മാന്യയാണ് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു കടുവയ്ക്ക് അറിയാനൊക്കത്തില്ല. ആ തിരിച്ചറിവെന്ന് പറയുന്ന മെക്കാനിസം നമുക്കുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് വരും വരായികളെ പറ്റി അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു കഴിവും കൂടെ മനുഷ്യർക്കുണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ ഈ പറയുന്നതിനകത്ത് ഡിബേറ്റിന് കാരണമായി മാറുന്ന സ്ഥലം. അതാണ് കുറെ ഉത്തരവാദികളും അത് ആ ഉത്തരവാദിത്തം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അങ്ങനെ അല്ലെന്ന് പറയുന്നവരും, ജീവിക്കുന്ന രീതി മാറ്റിയാൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് പറയുന്നവരും, അങ്ങനെ മാറ്റുന്നത് വഴി ജീവിത നിലവാരം ഇല്ലാതായി പോകുമെന്ന് കാണിക്കുന്നവരും ഒക്കെ ആയ ആളുകൾ തമ്മിൽ നടക്കുന്ന ഡിബേറ്റുകളാണ് ഈ നടക്കുന്നതല്ല. ഇപ്പൊ മനുഷ്യനെന്ന് പറയുന്നത് ജീവി അല്ലാതായി പോകത്തില്ല. നമുക്ക് ഇന്നും ഒന്നിച്ചു നിന്ന് മനുഷ്യരാശിക്ക് വേണ്ടി ചർച്ച ചെയ്യാനൊന്നും നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ രാജ്യാതിർത്തിക്കകത്ത് രാജ്യങ്ങൾക്ക് അതിരുണ്ടെന്നും ആ അതിരിനകത്ത് ബലപ്പെടുത്തണമെന്നും പട്ടാളം ഉണ്ടാക്കണമെന്നും ആലോചിക്കുന്ന മനുഷ്യർ തന്നെയാണ് നമ്മൾ. ഇപ്പം പരിസ്ഥിതിയെ പറ്റിയുള്ള ചർച്ച ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നിടത്ത് നടക്കുന്നുണ്ടാവുമെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ടോ? അറിയില്ല. ഗാസയില് ബോംബ് ചെയ്യുന്നവര് പരിസ്ഥിതി നാശം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതൊന്നുമില്ല. യമനിൽ നടക്കുന്നിടത്ത് ഉണ്ടോ? സിറിയയിൽ നടക്കുന്നിടത്തുണ്ടോ? അപ്പൊ ഒരു സ്ഥലത്ത് ഒരു വശത്ത് നമ്മൾ കാണേണ്ടതുണ്ട്, ഈ നമ്മൾ എന്നങ്ങോട്ട് പറയുന്ന മനുഷ്യർ ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. അല്ല മനുഷ്യരെല്ലാരും കൂടെ എന്തോ ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടത്തുകയാണ് എന്ന് തെറ്റിദ്ധരിക്കാതെ, അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് അതാത് പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രം നടത്തുന്ന കുറച്ച് എഫർട്ടുകളാണ് ഇന്ന് നമ്മൾ പറയുന്ന ഈ പറയുന്ന പ്രതിരോധങ്ങൾ. ജീവിത നിലവാരം നിയന്ത്രിച്ച് അത് വലുതായിട്ട് പോയി വരും വരായികൾ ഉണ്ടാക്കുന്ന പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാക്കി നമ്മുടെ തന്നെ ജീവിതം മുഴുവനും കുഴപ്പത്തിലാക്കും എന്ന് തിരിച്ചറിവോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിയിട്ടില്ല. ഒരു വർഗം എന്നുള്ള നിലവാരത്തിൽ ആ അറിവ് നമ്മളിൽ ഇന്നും എത്തിയിട്ടില്ല. നമ്മൾ വിഭജിച്ച് പരസ്പരം പോരടിച്ച് നിൽക്കുന്ന മനുഷ്യരായിട്ട് തന്നെയാണ് ഇന്നും ഉള്ളത്. അതുകൊണ്ട് ഈ പരസ്പരം കുറ്റം ചാർത്തുന്ന സമയത്ത് ഈ യുദ്ധത്തിന് സമാനമായിട്ടുള്ള നിലവാരത്തിൽ രാഷ്ട്രീയമായി സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലാത്ത ഒരു പ്രശ്നത്തിലാണ് നമ്മൾ ചെന്ന് പെട്ടിട്ടുള്ളത്. നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിലും അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കെൽപ്പുള്ളവരായ ഒരു ജീവിയുമല്ല. പിന്നെ മദ്യം കഴിക്കുന്നത് നല്ലതല്ല എന്ന് അറിയുമ്പോഴും നമ്മളത് മദ്യം കഴിക്കുന്നവരായിട്ട് തുടരും. പഞ്ചസാര കഴിക്കുന്നത് വഴി കുഴപ്പമുണ്ടാവുമെന്ന് അറിയുമ്പോഴും ആരും കാണാതെ കേക്ക് തിന്നും. ആരും കാണാതിരിക്കുവാണെങ്കിൽ ഒരു ഫ്രിഡ്ജിനകത്തൊന്ന് പോയിട്ട് അവിടെ ഇരിക്കുന്ന തേനെടുത്ത് കുടിക്കും. ഇതെല്ലാം ചെയ്യും. അതെങ്ങനെ അറിയുമ്പോഴും ജീവിതത്തിന്റെ രസങ്ങൾ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവര് വില കൊടുത്ത് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ബാധകമാണ്. അപ്പൊ ഇത് അങ്ങനെ അല്ലെന്നൊന്നും നമ്മൾ വിചാരിച്ചൂടാ. അപ്പൊ നമുക്കിത് ഇപ്പം മാധവ ഗാഡ്ഗില് ഇത് പറയുന്ന ഉടനെ അതങ്ങ് ചെയ്തു കളയാം എന്ന് പറയുമ്പോ അവിടെ നിൽക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം ഉയരാതിരിക്കാനും അവരിനിയും വളർന്ന് 1 ഏക്കർ സ്ഥലം ഉള്ളത് 2 ഏക്കർ ആക്കാവെന്ന് വിചാരിച്ചിട്ട് അവിടെ കയ്യേറി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അത് ആലോചിക്കാനേ പറ്റത്തില്ല. അവരുടെ മക്കളെ വളർത്തി അന്യരാജ്യങ്ങളിൽ വിട്ടു പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളിന് മാധവ ഗാഡ്ഗിലിനെ കേൾക്കാൻ പറ്റത്തില്ല. എല്ലാ വ്യക്തികളുടെ ജീവിത നിലവാരം ഉയരുന്ന നിലവാരത്തിൽ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റ് ലോകത്തുണ്ടായി കഴിഞ്ഞിട്ടുണ്ടോ?
നമ്മൾ ഈ സോഷ്യലിസം എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഗവൺമെന്റുകളുണ്ട്. വ്യക്തിഗതമായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കണ്ടെത്തുന്ന ലോകത്ത് തന്നെയാണ് നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർ ഇന്നുമുള്ളത്. ഉണ്ടായ സ്വത്ത് കുറച്ചു പേരുടെ കയ്യിലായി പോയിരിക്കുകയും അവര് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും മറ്റുള്ളവർ അതിന്റെ വില കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മൾ അനുഭവിക്കുന്നവരല്ലേ. ഇതെല്ലാം നിൽക്കുന്ന നാട്ടിലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന എൻവയോൺമെന്റൽ ചർച്ചയും നമ്മുടെ വികാസത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്. ഇപ്പൊ എവിടെങ്കിലും ജീവിതം കരിപ്പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും കാട് കയ്യേറുന്നത്. പണ്ട് കാട്ടി കഴിഞ്ഞിരുന്നവരല്ലേ, അത് കയ്യേറ്റമായി മാറുന്നത് അങ്ങനെ. അത് ബാക്കിയുള്ളവർക്ക് നാടും കാടും ഉണ്ട് എന്ന് തിരിച്ചറിവുണ്ടായ സമയത്താണ്. നാടെന്ന് പറയുന്നത് പണ്ട് കാടായിരുന്നെന്നും അത് വെട്ടിയെല്ലാമാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന ലോകമൊക്കെ ഉണ്ടായതെന്നും ഇന്ന് നമ്മൾ ഇരുന്ന് ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ ഈ ചെയ്യുന്ന സകലതിനും ഭയങ്കര വിലവുണ്ട്, വലിയ ചെലവുണ്ട്. ഇതിനകത്തിരുന്ന് ജീവിതത്തിനെ പറ്റിയും പരിസ്ഥിതിയെ പറ്റിയും കവിത എഴുതി പ്രസിദ്ധീകരിക്കുന്നത് ഫേസ്ബുക്കിലാണ്. അതിന്റെ കോൺട്രഡിക്ഷൻ പോലും അവർ ഓർക്കുന്നില്ല. അവരുടെ ഒരു കവിത ഇതിനകത്ത് എഴുതി പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ കവിത എഴുതിയിട്ട് ഈ ഫേസ്ബുക്കിനകത്ത് ഇടുമ്പോൾ അതുണ്ടാക്കുന്ന ചെലവ് എത്രയോ മരങ്ങൾ മുറിച്ച് കളയുന്നതിനുള്ള ചെലവ് ഈ കവിത എഴുതിയ അതിനെ പാട്ടാക്കി പാടുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാടകം ഉണ്ടാക്കിയോ കവിത ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. ഇന്റർനെറ്റ് ഉപയോഗിക്കാനേ പറ്റത്തില്ല പരിസ്ഥിതിവാദിയായിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇത്തരം കവിതകളും ഇത്തരം പ്രചാരണങ്ങളും എഴുതിയിരുന്നതും പേപ്പറുകളിലാണ്. അതാണ് അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ കാണത്തില്ലെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. നമ്മള് വിഷയം അറിയുന്നത് കൊണ്ടോ ജീവിക്കുന്നത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിനകത്ത് അത് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് ശുദ്ധമായ വായു, ശുദ്ധ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, അതുപോലെ ശുദ്ധമായിട്ടുള്ള സാഹചര്യം, അത് കഴിഞ്ഞ് നല്ല സുഹൃത്തുക്കള്, ഇതെല്ലാമായി കഴിഞ്ഞാൽ പഴയ ഫിലോസഫിയിൽ പറയുന്ന പ്രകൃതിക്കൊരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മരിക്കത്തില്ല. അങ്ങനെ ആവുമോ? ആളുകൾ എപ്പോഴും പറയാറുള്ളതാണ്. ഒരു 1950 എന്ന് ഞാൻ ജനിക്കുന്ന ആ സമയത്ത് ഒരു കെമിക്കലും ഇവിടെ വന്നിട്ടില്ല, ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയും വന്നിട്ടില്ല. നമ്മൾ ഈ പറയുന്ന ബ്ലോക്ക് ഓഫീസിന് അതോടെ വിത്തുകൾ കൊടുക്കുന്നില്ല, പുതിയ വിത്തുകളില്ല, നല്ല നെല്ല് വിത്തുകൾ കൊടുക്കുന്ന ഇതൊന്നുമില്ല. നമ്മളീ പറയുന്ന രാസവളമില്ല, കീടനാശിനിയില്ല, ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ ഇവിടെ കേരളത്തിനകത്ത് 40 വയസ്സിനകത്ത് മരിക്കുകയും 60ാമത്തെ വയസ്സ് ആഘോഷിക്കുകയും ഷഷ്ടിപൂർത്തി ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇന്ന് ആളുകൾ ഇരുന്ന് പറയുന്നത് ഈ പറയുന്ന 4 കാര്യം: ശുദ്ധവായു, ശുദ്ധവെള്ളം, ഇതെല്ലാം ശ്വസിച്ചവർ തന്നെയായിരുന്നു ഈ 50കൾക്ക് മുമ്പുള്ളവർ. അവരെല്ലാവരും എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ചത്തുപോയതെന്നും ഇത്രയാന്ന് അതൊന്നും ചർച്ചയ്ക്കെടുക്കത്തില്ല. ഇതും നമ്മൾ അറിയേണ്ടത്. അപ്പൊ ശുദ്ധവെള്ളവും ശുദ്ധവായുവും ഒക്കെ ചെയ്യുന്നത് നല്ലതല്ലെന്നാണോ? അങ്ങനെയല്ല. അത് അതിന്റെ ജീവിതത്തിന്റെ പാർട്ടിനകത്ത് മനസ്സിലാക്കേണ്ടതാണ്. അത് മാത്രമായിട്ട് അങ്ങനെ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് വഴിയാണ് ഈ മൈക്രോബ്സിനെ മുഴുവൻ നേരിട്ടത്. അതേ സമയത്ത് മൈക്രോബിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് എന്താണ്? അത് ഭയങ്കര അപകടകരമായ ജീവികളാണ്. പക്ഷെ എത്രയോ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കൊള്ളാവുന്ന മൈക്രോബ്സ് ഉണ്ട്. അതിനകത്ത് കുറച്ചെണ്ണമാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. ഇപ്പൊ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇഷ്ടം പോലെ ആവശ്യമുള്ള മൈക്രോബ് കിട്ടാതെ പോകും, പക്ഷെ കൊല്ലുന്നത് അതിനകത്തില്ല. അതിനെ നശിപ്പിക്കാൻ അത് സഹായിക്കും. അപ്പൊ ഒരു വില കൊടുക്കാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയണം. ഇതാണ് നമ്മുടെ കുടുക്കിത. അപ്പം ഹൈജീൻ, ശുദ്ധമായ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ആധുനിക ശാസ്ത്രീയമായ ശുദ്ധം ആയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കണം. അപ്പൊ ഈ വിനാശകാരികളായ മൈക്രോബ്സിനെ എതിരായിട്ട് ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിൽക്കാലത്താണ് നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ പല മൈക്രോബ്സും നമുക്ക് ശാരീരികമായ ആവശ്യമുള്ളതാണ്. അതിനെ വേണ്ടാന്ന് തീരുമാനിക്കാനൊക്കത്തില്ല. പക്ഷെ നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ ഒന്നിച്ച് ചത്തുപോകും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്.
ഇതുപോലൊരു വില ഇതിനകത്തെല്ലാം. ഇപ്പം മരം വെച്ചിട്ട് നമ്മൾ തടി ഉപയോഗിച്ചിട്ട് ഓർഗാനിക് ആയ സാധനങ്ങളാണല്ലോ തടിയൊക്കെ. ഇയാള് പേപ്പറിനെ പറ്റി പറയുന്നതല്ല. ഓർഗാനിക് ആയ സാധനം മേശകളെല്ലാം ഉണ്ടാക്കാനായിട്ട് എല്ലാവരുടെയും ജീവിത നിലവാരം ഉയരുന്ന നിലവാരത്തിൽ മേശകൾ പണിയാനും കസേര പണിയാനും ഒക്കെ തടിയാ ഉപയോഗിക്കുന്നെങ്കിൽ ഒറ്റ മരം ലോകത്ത് കാണത്തില്ല. ഇത് നമ്മൾ കുടുങ്ങിപ്പോകുന്നൊരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് പറയാനുള്ള ഉത്തരം എന്താണ്? നിങ്ങൾ മുള വെച്ചിട്ട് വേണം എല്ലാം ഉണ്ടാക്കാൻ. അപ്പൊ മുളയുടെ സാങ്കേതിക വിദ്യ, മുള വളർത്താൻ കുറെ കൂടെ എളുപ്പമാണ്. അതുകൊണ്ട് മറ്റു മരങ്ങൾ മുറിക്കാതെ മുള വെച്ചു. ഇപ്പൊ ഇതൊക്കെ ഉത്തരങ്ങളല്ലയോ? ഉത്തരങ്ങളാണ്. പക്ഷെ എല്ലായിടത്തും മുള വളരുമോ? അതുമില്ല. അതിന് ചില പോക്കറ്റുകളിൽ മാത്രമേ ഇതുപോലുള്ള വാമായിട്ടുള്ള ക്ലൈമറ്റ് മാത്രമേ അത് വളരൂ. അല്ലാതെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി മുള വളർത്താൻ പാടാണ്. എന്ന് പറഞ്ഞാൽ വിന്റർ വരുന്നിടത്ത് വളരത്തില്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഞാനിത് പറഞ്ഞ ഉടനെ സാങ്കേതിക വിദഗ്ധന്മാരായ ഇവിടുത്തെ മനുഷ്യന്മാരുണ്ട്. അവന്മാര് പറയും പുതിയ ഇനം വിന്ററിൽ വളരുന്ന മുളയില്ലേ, അത് തനിക്കറിയാവോ എന്നൊക്കെ ചോദ്യമൊക്കെ ചോദിക്കും. അങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ടല്ല ഞാനത് പറയുന്നത്, ജനറലായിട്ട് പറയുന്നതാണ്. അതുപോലെ നമ്മൾ അറിയേണ്ടതാണ്, ലോകത്ത് ഏത് തരത്തിലുള്ള ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് പ്രവൃത്തിക്കും ഒരു വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ അല്ലാതെ ഒരു ജീവിതമില്ല. എല്ലായിടത്തും പാലം ഉണ്ടാകുകയും എല്ലായിടത്തും റോഡുണ്ടാകുകയും എല്ലായിടത്തും നല്ല വീടുണ്ടാകുകയും ചെയ്യുമ്പോൾ വലിയ പാരിസ്ഥിതിക നാശങ്ങൾ ഉണ്ടാകുന്ന പലതും സംഭവിക്കാതെ പറ്റില്ല. ഇത് നമ്മളാണ് അറിയേണ്ടത്. അപ്പൊ ഈ നിലവാരത്തിലുള്ള വ്യത്യാസങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഇതിൽ ഏത് ചെയ്യാം എന്ന് ആലോചിക്കാൻ എല്ലാവരും കൂടെ ഒത്തിരിക്കുകയാണെന്നുള്ള നിലവാരത്തിലാണ് എഴുതുകയും പറയുകയും ചെയ്യുന്നത്. ഈ എഴുതുകയും പറയുന്നവർ തമ്മിൽ തന്നെ യോജിപ്പില്ല. പരിസ്ഥിതിയെ പറ്റി പറയുന്ന ആളുകൾ തമ്മിൽ യോജിപ്പില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണ് വികസനക്കാരും വികസന വിരോധികളും ഉണ്ടായത്. ഇതെല്ലാം ഈ കേരളത്തിലുള്ള മനുഷ്യർ തന്നെ, അല്ല അന്യരൊന്നുമല്ല. പാകിസ്ഥാൻകാരനോ അല്ലെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശുകാരനോ ശ്രീലങ്കക്കാരനോ ഒന്നും അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ലോകത്ത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടമാണ്, ഒരു വർഗമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ഒരു കമ്മിറ്റിക്കകത്തിരുന്ന് ചർച്ച ചെയ്ത് എന്തോ തീരുമാനം എടുത്ത് നാട് നശിപ്പിക്കാനായിട്ട് കുറച്ച് പേരും നാട് സംരക്ഷിക്കാൻ കുറച്ച് പേരും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഈ വികസനം എന്ന് നമ്മൾ പറയുന്ന ജീവിത നിലവാരം ഉയർത്തുന്നതാണെന്നുണ്ടെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ ലോകത്തുണ്ടാവുള്ളൂ. അത് വേണ്ടാന്ന് ആലോചിക്കുന്നത് നീണ്ട് ജീവിച്ച് എന്നിട്ട് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യത വരും. നീണ്ട് നിങ്ങൾ ജീവിച്ചു, ജീവിതത്തിനകത്ത് ഒരു രസവും ഇല്ലാതെ നീണ്ട് ജീവിച്ചാൽ ഒരു കാര്യമില്ലെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. കുറച്ചു നാള് നന്നായി ജീവിച്ചങ്ങ് മരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ, ഇവരെ തമ്മിൽ യോജിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇതിനകത്തൊരു ബാലൻസിങ് ആക്ട് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ബാക്കി ചെയ്യാനും പറ്റും. ഇതെല്ലാം നമ്മളിങ്ങനെ മനസ്സിലാക്കിയേ പറ്റൂ. ആളുള്ള എഴുതുകയും പറയുന്ന കേട്ട എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ജീവിതം എന്ന് തോന്നിപ്പോ. ഇങ്ങനൊന്നുമല്ല. മനുഷ്യന് പലതരത്തിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടി കഴിയുന്നവര് വളരെ കഷ്ടം പിടിച്ച ജീവിതമാണ്. ഈ ഒരു കെമിക്കലും അവിടെ ഇല്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഇല്ല. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോഴും തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്, ആ കെമിക്കലും സാധനമൊന്നും ഇല്ലാത്ത ആൾക്കാർ സകല കൊതുകിനെയും കടിച്ച് അർത്ഥപട്ടണിക്കാരായ ആദിവാസികളെ നമ്മൾ വിളിക്കുന്നവരായിട്ടാണ് അവിടെ കഴിയുന്നത്. നല്ല മഴയും വെള്ളപ്പൊക്കവും വരുന്ന സമയത്ത് അവരെല്ലാവരും വിഷമിച്ചിട്ട് തന്നെയായിരിക്കുന്നത്, അല്ലാതെ അവരുടെ ജീവിതം ഒന്നും മെച്ചപ്പെട്ടതൊന്നുമല്ല. അതുകൊണ്ട് ഓടിപ്പോയി കാട്ടിൽ കഴിഞ്ഞ എല്ലാ ആൾക്കാരും ജീവിത നിലവാരമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടതാണ്. പക്ഷെ 800 കോടി ജനം ലോകത്ത് ഈ കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് ഒരു 600 കോടിയും ആകെ അതിന് മുമ്പുണ്ടായിരുന്ന 200 കോടിയോട് ചേർന്ന ഒരു 800 കോടി ജനം ഇന്ന് ലോകത്തുണ്ട്. വളരെ പെട്ടെന്നാണ് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നത്, വളരെ പെട്ടെന്നാണ് നമ്മുടെ ഈ തരത്തിലുള്ള നമ്പർ കൂടിയതും ഒക്കെ. അപ്പൊ ഇതിനൊക്കെ വില ലോകത്തുണ്ട്. ആ വിലയില്ലാതെ ഒരു ജീവിതം സാധ്യമാണെന്ന് വിചാരിക്കാനൊക്കത്തില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഇഷ്ടമുള്ളതെല്ലാം അങ്ങ് ചെയ്യാനാണോ ഞാൻ പറയുന്നത്? അങ്ങനെയല്ലേ. ഇതിങ്ങനെ
എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാന പ്രകാരം നടക്കുന്ന വികസനമോ, എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്ന എന്താ പറയുക നിയന്ത്രണങ്ങളോ ഒന്നുമല്ല. ചില വിഭാഗങ്ങളും ചില കാര്യങ്ങളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ അന്യരാജ്യങ്ങളുണ്ടെങ്കിൽ അന്യരാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബാധ്യത വരും. ഇപ്പൊ കാർ ഉണ്ടാക്കി നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവർ കാറ് നമ്മുടെ ഒരു ജീവിത നിലവാരം ഉയരുന്ന സൂചികയായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും കാർ കൊടുക്കാൻ ബാധ്യത വരും, എല്ലാവരും കാർ ഉപയോഗിക്കാൻ ബാധ്യത വരും. അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയരത്തില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ എത്ര സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, എത്ര എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നൊക്കെ വെച്ചിട്ടാണ് ജീവിത നിലവാരത്തിനെ അളക്കുന്നത്. അപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാള് ജീവിത നിലവാരമില്ലാത്ത ആളായിട്ട് മാറും. അത് അയാളെ ചോയ്സ് ആയാലും ജീവിത നിലവാരം ഇല്ലാത്ത ആളായിട്ട് മാറും. ലളിത ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രവാസി ആകുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഞാനീ പറയുന്നത് നമ്മളെ എളുപ്പമല്ലാത്ത ഒരു മൂല്യബോധ പ്രശ്നം ഇതിനകത്ത് വരും. ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏതാണ് നിങ്ങൾ അങ്ങനെ പൊതുവായി നമുക്ക് വോട്ടിട്ട് തീരുമാനിക്കുന്ന സ്ഥലമാണല്ലോ നമ്മൾ ജനാധിപത്യത്തിനകത്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യം. വോട്ടിട്ടിട്ട് ആർക്കാണോ ഭൂരിപക്ഷ തീരുമാനം അത് ലോകത്ത് നടത്തുക എന്ന് പറയുന്നത്, അത് 5 വർഷം നടത്തുക എന്ന് പറയുന്നത്, അതിനുശേഷം വേറെ ആൾക്കാർ ജയിക്കുകയാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് വീണ്ടും ചെയ്യാമെന്ന് പറയുന്ന തരത്തിലുള്ള ജീവിതം വരെയും മനുഷ്യർക്ക് ആയിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇനി ഇങ്ങനെ ഇരിക്കുന്ന ഈ മനുഷ്യക്കൂട്ടത്തിനകത്തുള്ള ചർച്ചയെ നമ്മൾ ഈ നാട്ടിൽ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വികസന വിരോധികളായിട്ടും വികസന അനുകൂലികളായിട്ടും ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് വികസനം എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് റോഡായിട്ട് ലോകത്ത് വന്ന്, അപ്പൊ ജീവിതത്തിനകത്ത് സന്തോഷമുള്ളവരും സന്തോഷമില്ലാത്തവരും, ജീവിത നിലവാരം ഉയർന്നവരും ഇല്ലാത്തവരും അധസ്ഥിതരും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിതത്തിനെ കാണുകയും വികസിച്ച രാജ്യങ്ങളെന്നും അവികസിത രാജ്യങ്ങളെന്നും വികസനമേ ഉണ്ടായിട്ടില്ലാത്ത രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരംതിരിവൊക്കെ വെച്ചിട്ടാണല്ലോ എക്കണോമിക്സും ഒക്കെ പറയുന്നത്. ഇതുപോലുള്ള അളവുകോലുകളെല്ലാം ഉണ്ട്. ഇതിൽ എവിടെ പോയി നമ്മൾ നിൽക്കും? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം മനുഷ്യർ കണ്ടെത്തിയിട്ടോ പറഞ്ഞിട്ടോ ജീവിച്ചിട്ടോ ഒന്നുമില്ല. അത് നമ്മളെ അറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇപ്പൊ ഈ വയനാട് സംരക്ഷണത്തിന്റെ യുക്തിക്കകത്ത് നിൽക്കുന്നവര്, അവിടെ കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടായിരിക്കും കാട്ടിക്കേറി ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അങ്ങനെ ആദിവാസികളെ കാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥലം വരെ ലോകത്തുണ്ടായിട്ടുണ്ട്. കാട്ടിനകത്ത് കഴിഞ്ഞിരുന്നവരാ, മറ്റുള്ള ജീവികളെ പോലെ തന്നെ കഴിഞ്ഞിരുന്നവരാണ് അവര് ചുള്ളിക്കമ്പെടുത്ത് തീ കത്തിക്കുന്ന കാരണം കൊണ്ടാണ് കാട് നശിക്കുന്നതെന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. അതേ സമയത്ത് നേരത്തെ ഇയാൾ പറഞ്ഞ പേപ്പറിന് വേണ്ടി സകല മുള വെട്ടി നമ്മളിവിടെ ചാലിയാറിന്റെ അടുത്ത് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. 1 രൂപയായിരുന്നു 1 ടണ്ണ് മുളയ്ക്ക് വ്യവസായം വരണം എന്ന് കണ്ടെത്തിയിട്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെയായിരുന്നു അത് അനുവദിച്ചിരുന്നത്. സാബു എന്ന് പറയുന്ന ഒരു ബിർളയുടെ ഒരാളാണ്. അയാൾക്ക് കൊടുത്തിരുന്നതാണ്. എന്നിട്ട് അത് മാവൂർ റയോൺസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടായി. അതിനകത്ത് ഒന്ന് എന്തുമാത്രം മുള വെട്ടിപ്പോയിട്ടുണ്ടെന്നറിയാം. നമ്മളെല്ലാവരും കൂടെ സമരം ചെയ്താണ് അത് കൂട്ടിച്ചത്. അത് തൊഴിലാളികൾക്ക് ജോലി പോകുമെന്ന് ആ സമയത്ത് തന്നെ ഉണ്ടായി. അപ്പൊ അത് തുറക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിനകത്തും ഞാനുണ്ട്. തൊഴിലാളികളുടെ ജീവിതത്തിനകത്ത് കോമ്പൻസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. വീണ്ടും ഫാക്ടറി തുറക്കണമെന്ന് പറയുന്ന സമരത്തിനകത്ത് പോകേണ്ടി വന്നു. ഇതേ ഞാൻ തന്നെ ചാലിയാർ പുഴയുടെ അതിന്റെ പൊല്യൂഷൻ സഹിക്കാൻ വയ്യാതായിട്ട് അത് ഈ റയൻസ് പൂട്ടണമെന്ന് പറയുന്ന സമരത്തിനകത്ത് ചെല്ലേണ്ടി വന്നു. ഇതെല്ലാം എന്റെ സ്വന്തം ജീവിതത്തിനകത്ത് കോൺട്രഡിക്ഷനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ശരി മാത്രമായിട്ട് നിൽക്കുന്ന ലോകമൊന്നും ലോകത്തില്ല. പല സന്ദർഭത്തിൽ പല ശരികളും ശരി, അത് നമുക്ക് അത് അങ്ങനെ അല്ലാതെ കാണാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു 70 വർഷത്തെ ജീവിതമായി, അതിനകത്ത് 50 വർഷം പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ട്. കേരളത്തിനകത്ത് ആദ്യകാലത്ത് നടന്ന എല്ലാ സമരങ്ങളിനകത്ത് ഞാൻ സന്യാസ ജീവിതവും വിട്ടിട്ട് വന്ന് ആദ്യം ചെയ്യുന്ന സമരം എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഇവിടുത്തെ കാടെല്ലാം വെട്ടിത്തെളിച്ച്
സൈലന്റ് വാലി പദ്ധതിയുടെ സമരത്തിനകത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന സ്ഥലമാണ്. ആ സൈലന്റ് വാലി ഉണ്ടാകാതെ അപ്പൊ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതുവരെ കേരളം വളരെ മുന്നിലായിരുന്നു. കാരണം ഈ ഡാമുകൾ ഉണ്ടാക്കിയിട്ടായിരുന്നു നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരൊറ്റ സാധനം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഡാം, ആ ഡാം, കാരണം ഈ മലകളുണ്ട്, മലകളുടെ നടുവിൽ ഡാം കെട്ടി വെള്ളത്തിനകത്തുനിന്ന് വിദ്യുച്ഛക്തി ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ സ്പെഷ്യാലിറ്റി. അപ്പൊ അത് കാരണം കൊണ്ട് അതുവരെ എനർജി എന്ന് പറയുന്ന, കറണ്ട് എന്ന് പറയുന്നത് സർപ്ലസ് ആയ ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. അതിന് കടക്ക് കത്തി വെക്കുന്ന നിലവാരത്തിലായിരുന്നു ഞങ്ങളെല്ലാം അന്ന് സമരം ചെയ്തിട്ട് സൈലന്റ് വാലി സംരക്ഷിച്ചെടുത്തിട്ട് സംശയമൊന്നും വേണ്ട. അപ്പൊ പകരം അവര് ആണവ നിലയം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ആണവ നിലയം ഭയങ്കര പ്രശ്നമാണെന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആണവ നിലയം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ചെർണോബിലൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യമാണ്. അപ്പം ആണവ നിലയം കൊണ്ടുവരാനായിട്ട് അന്നത്തെ ഗവൺമെന്റ് ശ്രമിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കോതമംഗലത്ത് അത് കൊണ്ടുവരുന്നതിനെ പറ്റി ഒരു ചർച്ച വന്നു. ഞങ്ങൾ അത് അവിടെ ഒരു അധ്യാപകൻ ജോസഫ് എന്ന് പറയുന്ന ആള്, അയാൾ വന്ന് പറഞ്ഞ് ഞാനും എല്ലാം അതിനകത്ത് പങ്കുചേർന്ന് ആണവ നിലയം ഒരു തരത്തിലും ഉണ്ടായിക്കൂടാന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത്, എന്നിട്ട് ആ ആണവ നിലയം അവസാനം ഇവിടെ ഉണ്ടാകാതെ കൂടംകുളത്താണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ടു എന്നുള്ളതല്ലാതെ തമിഴ്നാട്ടിൽ പോയി അത് ഇരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും. ആ കൂടംകുളത്തിനെതിരായിട്ട് അവിടെ സമരമൊക്കെ ഉണ്ടായതിനകത്ത് ഒന്നും ചെയ്യാതെ കൂടംകുളം ഉണ്ടാകുക തന്നെ ചെയ്ത്. ഈ അബ്ദുൽ കലാമും ഒക്കെ അതിന് പരമാവധി സപ്പോർട്ടായി മാറി. ആ കാലത്തൊക്കെ ഞാനൊക്കെ ഈ എന്താണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പ്രശ്നങ്ങളെ പറ്റി ലോകവ്യാപകമായ അറിവുകൾ വായിച്ച് അനുഭവിച്ചത് കൊണ്ടും അറിയുന്നത് കാരണം കൊണ്ടും വരാൻ പോകുന്നതിന്റെ പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചിട്ട് ഇതെന്നും എല്ലാം തടഞ്ഞിട്ടുണ്ടായിരുന്നു. തടയുന്ന പ്രവൃത്തിയായിരുന്നു ചെയ്തിട്ട്. ഇത് ചെയ്തിട്ടുള്ള ഒരാളും കൂടെ. പക്ഷെ ഞാനെ കാണുന്നതെന്ന് പറഞ്ഞാല് കൂടംകുളത്തിന് ഒരു കുഴപ്പമുണ്ടായി ആയാല് അത് നമ്മളെ കേരളത്തിനെ ബാധിക്കും. കാരണം അത്രയും ദൂരമേ ഉള്ളൂ. കേരളത്തിന് ഇലക്ട്രിസിറ്റി ഇല്ലാതായി എന്നുള്ളതല്ലാതെ ആ പദ്ധതി ഒഴിവായി പോയില്ല എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടത്. അപ്പൊ ലോകത്ത് ഇതൊരു പ്രശ്നം തന്നെയാണ്. മനുഷ്യർ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് പറയുന്ന ആണവ വിരുദ്ധമായിട്ട് പറയാമായിരുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾക്കും മുഴുവനും അവർ ഉത്തരം കണ്ടുപിടിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് വിദഗ്ധന്മാർ പറയുന്നതായത് കാരണം കൊണ്ട് നമുക്ക് അല്ലെന്നോ ആണെന്നോ പറയാനൊക്കെ നമുക്ക് പോയി പരിശോധിച്ച് നോക്കാനൊക്കെ ഒരു മെക്കാനിസം ആണവ നിലയത്തിന്റെ മേളിൽ നമുക്ക് പറ്റത്തില്ല. കാര്യം നമുക്ക് കണ്ണിന് കാണുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അതിന് പരിഹാരങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് അത് നടത്തണം എന്ന് പറയുന്ന എല്ലാ ആധുനിക ശാസ്ത്രജ്ഞന്മാരും പറയും. അപ്പം ക്ലീൻ എനർജി എന്ന് പറഞ്ഞ് ഇന്ന് അവര് പറയുന്നത് ഒരെണ്ണത്തിലൊന്നാണ് ആണവ നിലയം. പക്ഷെ നമുക്ക് ഇന്നും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ ഈ എന്താണ് വെള്ളത്തിനകത്തുനിന്ന് കറണ്ട് ഉണ്ടാക്കണ്ട, ഡാമിനും കെട്ടണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടാന്ന് തീരുമാനിക്കാനൊക്കെ തരത്തിൽ പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ എത്തിപ്പോയി. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കറണ്ട് ഈ ലൈറ്റൊക്കെ ഇല്ലാതെ ഒക്കെ നമുക്ക് കറണ്ട് ഇല്ലാത്ത കാലത്ത് ജീവിക്കുന്നത് കുറെ കൂടെ നല്ല ജീവിതമാണെന്ന് എത്ര പറഞ്ഞാലും ഇത് അനുഭവിച്ച ആൾക്കാർക്ക് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പിന്നെ പരിഹരിക്കുന്നത്? കൂട്ടത്തിൽ കുഴപ്പമില്ലാത്ത ഏതെന്ന് കണ്ടെത്താനേ വഴിയൂ, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ട് പരിഹരിക്കുന്നതല്ല. ഇപ്പം ഇന്റർനെറ്റ് ഉണ്ടായി, നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും എടുക്കാനും ഏറ്റവും കൂടുതൽ പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ കഴിയുന്ന ഒന്നാണ് ഇന്റർനെറ്റ്. പക്ഷെ അതിന് ഒരു ദിവസത്തെ വർക്കിന് വരുന്ന എനർജി കൺസംഷൻ എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ മേലത്രയും വലുത്. ഇനി നമുക്ക് ഇന്റർനെറ്റ് വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ജീവിതം ആരംഭിക്കാൻ ഒക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിന് വലിയ വില കൊടുത്തേ പറ്റും. ആ വില എന്ന് പറയുന്നത് പാരിസ്ഥിതികമായ പല നാശങ്ങൾക്കും കാരണമായിട്ട് തന്നെ വരും. ഇതൊരു പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. മാത്രമല്ല മനുഷ്യരെല്ലാരും കൂടെ ഒന്നിച്ച് ഒരു യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയായിട്ട് അവിടെ ആളുകൾ സമാധാന ചർച്ച ചെയ്യുമ്പോൾ
ആ മുന്നേ ചർച്ച ചെയ്യുന്നവരുടെ സെക്രട്ടറിമാര് പുറകില് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുന്ന സ്ഥലമായിട്ട് യുണൈറ്റഡ് നേഷൻസ് മാറിയിട്ടുണ്ട്. ഇതാണ് തമാശ എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. പ്രതിനിധികളായിട്ട് അവിടെ പോകുന്നവരുടെ സെക്രട്ടറിമാരുടെ യഥാർത്ഥ ചർച്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന ആയുധം തരാമെന്ന് പറയുന്നതാണ്. അപ്പൊ ആയുധം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ ചർച്ച അകത്ത് നടക്കുമ്പോൾ പുറത്ത് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞു പോയ എന്നെ പോലുള്ള മനുഷ്യര് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളാണ്. യുണൈറ്റഡ് നേഷൻസ് ഒരു നോക്കുകുത്തിയായി മാറിപ്പോയിട്ട് ഇപ്പൊ വെറുതെയാണ് അതവിടെ ഇരിക്കുന്നത്. അതിനാകെ അത് ചെയ്യുന്നത് ഞാൻ WHO എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ യൂണിസെഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിന് അത് പോകുന്നതിന് ഇതുപോലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള മേഖലയിലൊക്കെ ഉള്ള വർക്കാണ് യഥാർത്ഥത്തിലുള്ളത്. അത് ആദ്യത്തെ ഉന്നത്തോടെ പരസ്പരം യുദ്ധം ഒഴിവാക്കി ആളുകൾ ഒന്നിച്ച് ജീവിക്കണമെന്നും ഒരു എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു കോയലീഷൻ പോലെ ഒരു ഗവൺമെന്റ് രൂപപ്പെടുത്തി ഭൂമി ഒരു ഏകകമായി കാണുന്നതിന് വേണ്ടി രൂപപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയത്. അത് ഇന്ന് യാതൊരു തരത്തിലും ബലമില്ലാതെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന നാറ്റോ റിവൈവ് ചെയ്ത് ഇറാഖിലും ഇറാനിലും ഒക്കെ യുദ്ധം ചെയ്ത അമേരിക്കയുടെ നേതൃത്വത്തിൽ വീണ്ടും നടക്കുന്ന ഒരു തലമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന പുത്തൻ യുദ്ധങ്ങൾ മുഴുവൻ ആരംഭിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ഈ യുദ്ധം ചെയ്യരുത് എന്ന് പ്രമേയം പാസാക്കിയതിനു ശേഷം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ പട്ടാളം പടിപടിയായി കുറച്ച് ആണവായുധം ഇല്ലാതാക്കി യുദ്ധസാമഗ്രികൾ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല എന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി പരസ്പരം ചർച്ച ചെയ്ത് യുദ്ധം ഇല്ലാത്ത ലോക രൂപീകരണത്തിന് ആഗ്രഹിച്ചുണ്ടായ UN അവിടെ നിൽക്കുമ്പോൾ ഇറാഖ് യുദ്ധം നടന്നു. അതിനു മുമ്പ് വിയറ്റ്നാമിലെ യുദ്ധം നടന്നു. ഇറാഖ് യുദ്ധം, ഇറാനിലെ യുദ്ധം, ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം, അത് കഴിഞ്ഞ് സിറിയയിലെ യുദ്ധം, അത് കഴിഞ്ഞ് ഗഡാഫിക്ക് എതിരായിട്ടുള്ള യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം, അത് കഴിഞ്ഞിട്ട് എന്താണ് പോളണ്ട് യൂഗോസ്ലാവിയ 3 കഷ്ണമായ യുദ്ധം, ഇപ്പൊ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, നിരന്തരമായിട്ട് കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് നടക്കുന്ന യുദ്ധമാണ് ഗാസയിൽ നടക്കുന്നത്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് നോക്കുകുത്തിയായി മാറിയതിന്റെ ലക്ഷണമാണ്. ഈ തരത്തിലെ യുദ്ധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തമ്മില് പരിസ്ഥിതിയുടെ മേളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാനും വേണ്ടി നമ്മൾ മണ്ടന്മാരാണെങ്കിൽ വിചാരിക്കാം, അത്രേ പറ്റും. പക്ഷെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന നിലവാരത്തിലായിരുന്നു ഓസോൺ പാളി അടയ്ക്കാൻ വേണ്ടി ആൾക്കാർ പെരുമാറിയത്. അത് ഈ വെള്ളപ്പൊക്കം വരുമെന്ന് കാണുമ്പം ആളുകൾ ഒന്നിച്ച് നിൽക്കുന്ന പോയിന്റ് മാത്രമാണ് യോജിക്കുന്നത്. കാരണം ഓസോൺ പാളിക്ക് അത് ദ്വാരം എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാകുമെന്നൊക്കെ കേട്ട് പേടിച്ചപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അത് അടയ്ക്കാനായിട്ട് വേണ്ടി മുണ്ടുമുടുക്കി ഉടുക്കുന്ന പണികളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പക്ഷെ നമ്മള് മനുഷ്യരെല്ലാരും കൂടെ പാട്ടും പാടി തുടങ്ങിയെന്നുള്ള നിലവാരത്തിൽ തെറ്റിദ്ധരിക്കും. എല്ലാ തവണയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർ ഈ കേരളത്തിലെ ആൾക്കാർ തമ്മിലുള്ള ഐക്യം കണ്ടിട്ട് അങ്ങനെ ഐക്യമായിട്ട് ഇവിടെ കഴിയുവാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിച്ച് തുടങ്ങേണ്ട കാര്യമില്ല. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഐക്യം ഇല്ലായ്മയും ഇല്ല, ഐക്യവും ഇല്ല ഉള്ളതുമില്ല, ഉണ്ടായിട്ടുമില്ല. ഇത് രണ്ടും നമ്മൾ അറിയണം. അപ്പൊ പൊതുശത്രു ഉണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം യോജിക്കുകയും പൊതുശത്രു അപ്രത്യക്ഷമാകുന്ന തോന്നിക്കഴിഞ്ഞാൽ പരസ്പരം അടിക്കുന്നതായ ഒരു ജീവിയാണ് മനുഷ്യനെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഞാനുള്ളത്. അപകടങ്ങൾ വരുന്ന സമയത്ത്, അപായം വരുന്ന സമയത്ത് മനുഷ്യരെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് പോലും ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ചില അത് ഇതിനകത്ത് അതുകൊണ്ടാണ് നഷ്ടം. ഒന്നിച്ച് നിൽക്കുന്നത് നഷ്ടമാണെന്ന് അറിയുന്നത്. ഇപ്പൊ ആളുകളെ തമ്മിൽ പരസ്പരം അടുപ്പിച്ച് ഒരു വിഭാഗത്തിന് വോട്ട് മേടിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് സെൻട്രൽ ഗവൺമെന്റ് ഉള്ളത്. അവർക്ക് ആളുകൾ ഒന്നിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ കലി വരും. ഒരു സംശയം നമുക്ക് വേണ്ട. അതുകൊണ്ട് ആ കലികളുള്ള ആളുകൾ തന്നെയാണ് ആളുകൾ ഒന്നിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാകും എന്ന് അറിയുന്ന മനുഷ്യരും കൂടെ ചേർന്ന മനുഷ്യക്കൂട്ടമേ ലോകത്തുള്ളൂ. ഇവിടുത്തെ എന്താണ് ഇപ്പൊ ഇന്ത്യയും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധമില്ല കരാറുണ്ടാക്കുവാണെങ്കിൽ അത് പൊളിക്കാനായിട്ട് മുൻകൈ എടുക്കും അമേരിക്കയൊക്കെ. അതിന്റെ കാര്യം എന്താ? ഏറ്റവും കൂടുതൽ ആയുധം ഉണ്ടാക്കി വിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. യൂറോപ്പിലെ നന്മ നിറഞ്ഞ ആളുകളായിട്ടാണ് യൂറോപ്പിനെ വെക്കാറുള്ളത്. അവിടെ സമാധാനവും സന്തോഷവും കളിയാടി ഇരിക്കുന്ന യൂറോപ്യൻ, അത് പ്രത്യേകിച്ച് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ
ഇതിനപ്പുറത്തോട്ട് ജനാധിപത്യം ഇല്ലാത്തതെന്നൊക്കെ പറയുന്ന അവിടെ സ്വീഡൻ അതിനകത്ത് ഇരിപ്പോട്ട് സ്വീഡൻ ബോഫോഴ്സ് തോക്കുണ്ടാക്കുന്നവരാണെന്നെങ്കിലും നമ്മൾ ഓർക്കണം. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അല്ല ഇതൊക്കെ. അങ്ങനെ കഴിയില്ല. ഇപ്പം ആ ഒളിമ്പിക്സ് നടക്കുന്ന ഫ്രാൻസ് ആഫ്രിക്കയിലുള്ള സകല രാജ്യങ്ങളെയും കൊള്ളയടിച്ചുണ്ടാകുന്ന ഒരു രാജ്യമാണ്. അല്ലാതെ അവരാരും തന്നെത്താൻ അധ്വാനിച്ച് ക്യാപിറ്റലിസത്തിന്റെ വികാസം കൊണ്ടാണ് അവിടെ എല്ലാം ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ് ഇവിടുത്തെ കോന്തൻ യുക്തിവാദികൾ സംസാരിക്കുന്ന കേൾക്കുന്ന ഇതൊന്നും അല്ലെന്ന് മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ടാണ് അതെല്ലാം ഉണ്ടാകുന്ന കാര്യം നമ്മൾ. അതുകൂടാതെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും കൂടിയും ചെയ്യുന്നില്ലേ? അതുപോലെ യുദ്ധസാമഗ്രികൾ വിൽപ്പന നടത്തുന്നതും ബ്രിട്ടനും ഫ്രാൻസും. യുദ്ധസാമഗ്രികളിൽ ലോകത്ത് മുഴുവൻ പാവം പിടിച്ച സാധാരണക്കാരായ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴക്കൊക്കെ ഇടും. അവര് പരമാവധി കൂടി വന്ന ഒരു പിച്ചാത്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവോ അല്ലെങ്കിൽ വെട്ടുവാൾ വെച്ച് വെട്ടുവോ ഒക്കെ ചെയ്തുള്ളൂ. ഇന്നും കേരളത്തിനകത്തെ ആൾക്കാർ തമ്മിൽ വടിവാൾ വെച്ചല്ലേ വെട്ടുന്നേ? തോക്ക് വെച്ച് വെടിവെക്കുന്നവരുടെ എണ്ണം ചിലപ്പോ ഒരു 2 കൊല്ലം കൂടുമ്പോ ഒരു വെടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വടക്കേ ഇന്ത്യയിലോട്ട് പോയ കഥ അതല്ല. ഇഷ്ടം പോലെ തോക്ക് മേടിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെടിവെച്ച് വന്നുകൊണ്ടിരിക്കുന്ന, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇവന്മാരാണ് ഈ സമാധാനമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കുകയല്ല നമ്മൾ എന്താ പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ അറിയേണ്ടത് ഈ ആയുധം വിറ്റ് ജീവിക്കുന്ന എല്ലാ വികസിച്ച യൂറോപ്പിലുള്ള വികസിച്ച രാജ്യങ്ങൾ ബാക്കിയുള്ളവരെ തമ്മിലടിപ്പിക്കുകയും കൂടെ ചെയ്യുന്നവരാണെന്നും കൂടെ അറിയേണ്ടതുണ്ട്. അവരുടെ എല്ലാ ജനാധിപത്യവും വേറെ ആൾക്കാരുടെ ചോരയും നീരുവാണെന്നും കൂടെ നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതൊന്നും അങ്ങനെ അല്ലാതെ കാണുന്നു. അപ്പൊ ഈ നമ്മളീ പറയുന്ന വികാസം എന്ന് പറയുന്നതിന് നല്ല വില പലതരത്തിൽ കൊടുത്തിട്ട് തന്നെയാണ് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്ക് കാണാം 600 കോടി ജനം പണ്ട് കാലത്ത് ഒരു രാജാവ് കഴിയുന്ന പോലെ ജീവിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഇതുപോലെ സുവർണ കാലഘട്ടം മനുഷ്യകുലത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത്രയധികം മനുഷ്യരുണ്ടായിട്ടില്ല. ഇത്രയധികം സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ജീവിച്ചിട്ടൊന്നുമില്ല. ഒരു രാജ്യത്തിന് ഇതിനു മുമ്പ് ഒരു രാജഭരണവും സുവർണകാലമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ സുവർണകാലം ഇന്നാണെന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ അറിയേണ്ടതാണ്. പക്ഷെ മനുഷ്യർ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പരസ്പരം ഇഷ്ടത്തോടെ ജീവിക്കുന്നതും ഒരു ആയുധമില്ലാത്ത പിടിക്കാതെ നടന്നു പോകാൻ പറ്റുന്ന ഒരു രാജ്യത്തേക്ക് നമ്മൾ ഒരു ലോകത്തേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. പരമാവധി പാസ്പോർട്ട് മേടിച്ച് അതും സകല മോണിറ്ററിങ്ങിനും വിധേയമായി അണ്ടർവെയർ വരെ ഊരിച്ച് പരിശോധിച്ച് മാത്രമാണ് ഈ രാജ്യത്തിന് ഈ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തേക്ക് കയറ്റുന്നത്. ജനാധിപത്യം മൂത്ത് നിൽക്കുന്ന രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർവെയർ വരെ ഊരിക്കും പരിശോധിക്കാം. അതൊന്നും ആളുകള് അസ്വാതന്ത്ര്യമായിട്ടൊന്നും അപ്പൊ കാണത്തില്ല. കാരണം നമ്മൾ പ്ലെയിനിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരിശോധിക്കണമെന്നാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ്, ഈ പ്ലെയിനിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന് വില. ട്രെയിനിൽ പോകുമ്പം ഇതുപോലെ പരിശോധിക്കണ്ടേ? ബസ്സിൽ കയറുമ്പോൾ ഇതുപോലെ പരിശോധിക്കണ്ടേ? എന്താ വേണ്ടാത്തെ? കാരണം അവിടെ പണക്കാര് പോകുന്ന സ്ഥലമല്ല ഈ പാവം പിടിച്ച ട്രെയിനും പാവം പിടിച്ച ബസ്സും. പ്ലെയിനിൽ കയറുമ്പോൾ കുറച്ച് പണക്കാർക്ക് അതിനകത്ത് കയറണം. അതുകൊണ്ടാണ് ഇത്രയും പരിശോധന വരുന്നതെന്ന് നമ്മൾ അറിയണം. അല്ലാതെ ജനാധിപത്യത്തിന് ഈ പരിശോധിക്കുന്ന യുക്തിയൊന്നും അല്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പണക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട് വേണ്ടി വേറെ പ്ലെയിനിങ് ഇടുക എന്നുണ്ടെങ്കിൽ ഇത്രയും പരിശോധിക്കാതെ നമുക്ക് കയറിപ്പോകാൻ പറ്റും. മുഴുവൻ പേരും ശത്രുക്കളാണല്ലോ ആ സമയത്ത്. ഒറ്റൊരാള് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശത്രുവിനെ പരിശോധിക്കുന്ന പോലെയാണ് പരിശോധിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതേ സമയത്ത് അതുവരെ ബസ്സിനകത്ത് യാത്ര ചെയ്ത ആൾക്കാരായിരിക്കുന്നവർ ഒരു ബസ്സിനകത്ത് 100 ചെല്ലുവാൻ ആൾക്കാർ കാണും. അത്രയൊക്കെ തന്നെ ആയിരിക്കും ഒരു പ്ലെയിനും കയറുന്നത്. നമ്പറുമായിട്ടൊന്നും അതിനൊന്നും ബന്ധമില്ല. താഴെ വീഴുന്നതുകൊണ്ടൊന്നുമല്ല, ബോംബ് പൊട്ടിയാൽ എല്ലാവരും ചാവും. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവരും ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നവർക്കും ജീവിതത്തിന് വിലയില്ലാത്തത് കൊണ്ട് മാത്രമാണ് പരിശോധിക്കപ്പെടാതിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരെയും പരിശോധിക്കണ്ടേ? നമ്മൾ ഇതൊക്കെ കാണണം. അപ്പൊ ഇങ്ങനത്തെ വളരെ വിവേചനപരമായി കുറച്ച് ആൾക്കാരുടെ ജീവിത നിലവാരത്തിന് ബാക്കിയുള്ളവർ മുഴുവൻ സഫർ ചെയ്യണമെന്ന് പറയുന്ന യുക്തിക്കകത്ത് തന്നെയാണ് ഈ ലോകത്തെ എല്ലാ വികാസങ്ങളും നിൽക്കുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ ആലോചിക്കണ്ട. അത്രയും വരെയുള്ള വിവരം വെച്ച മനുഷ്യരെ ലോകത്തുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇപ്പൊ ഈ ഗാഡ്ഗിലിന്റെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ വയസ്സാകത്തില്ലെന്ന് വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഈ പറയുന്ന
പരിസ്ഥിതി നാശങ്ങൾ വരാതെ നോക്കുന്ന ക്വാറികൾ കുറച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്ന സാധനം എത്ര നിയന്ത്രിച്ചാലും അതിന് പരിമിതിയുണ്ട്. അല്ല, ഈ മൈനിങ്ങും ക്വാറിയും ഇല്ലാതിരുന്നിരുന്നെങ്കിൽ പോലും അവിടെ ഇത്തരം ഉരുൾപൊട്ടൽ വരുന്നതിന് മൈനിങ് ഒരു ബന്ധവുമില്ലല്ലോ. അല്ല, അത് പറഞ്ഞില്ലേ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ സാധനങ്ങള് ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പറയുമ്പോഴും നമുക്കറിയേണ്ടതുണ്ട്. നമ്മൾ കൊത്തുകയും കളക്കുകയും ചെയ്യുന്ന ഏത് ഭൂമിയിലും വെള്ളം കൂടുതൽ താരും. മഴ അധികം പെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൃഷിഭൂമിയും ഒരുപോലെ അപകടമാണ്. അപ്പൊ കാട്ടിലെ കൃഷിഭൂമി ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പഴകിടാൻ പറ്റും, സംശയമൊന്നും വേണ്ട, ന്യായമാണത്. ആ ന്യായത്തിന്റെ പക്ഷെ ഈ മഴ പെയ്യുന്നിടത്ത് നമുക്ക് ഒരു ചർച്ചയും സാധ്യമല്ല. അതിനകത്ത് നമുക്ക് ഒരു നിയന്ത്രണവും നമുക്ക് കഴിയില്ലല്ലോ. ഇത്തരം മഴ പെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യവാസം ഇല്ലെങ്കിൽ പോലും ഉരുൾപൊട്ടൽ ഉണ്ടാവില്ലേ? ഉണ്ടാകും. അവിടെ മനുഷ്യരവിടെ താമസിക്കേണ്ടെന്ന് മാത്രമാണല്ലോ ഇയാൾ പറയുന്നത്. അപ്പൊ ഉരുള് പൊട്ടുമ്പോ മാത്രമല്ലല്ലോ പ്രശ്നം. മഴ പെയ്താല് ഈ നമ്മളിപ്പോ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഈ കൊച്ചി സിറ്റി മുങ്ങും. ആ ഉരുള് പൊട്ടണ്ട. ഉരുള് പൊട്ടുമ്പോ മാത്രമാണല്ലോ കോറിയും ബാക്കി കാര്യം ചർച്ച ചെയ്യുന്നത്. ഇവിടെ വെള്ളം പൊങ്ങുമ്പോ എന്ത് ചെയ്യും? ആലപ്പുഴ ഏത് വെള്ളപ്പൊക്കം വന്നാലും ആലപ്പുഴയില് താമസിക്കുന്നവരുടെ മുഴുവൻ വീട്ടിൽ വെള്ളം കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മളിങ്ങനെ എന്താണ് യുക്തിക്കും മറുയുക്തിയും കുയുക്തിയൊക്കെ പറഞ്ഞിട്ട് മറുപടി പറയാനായിട്ടല്ലാതെ മനുഷ്യ ജീവിതം യഥാർത്ഥം നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാല് നമ്മൾ വളരെ മെച്ചപ്പെട്ട കാലത്ത് ജീവിക്കുന്നു എന്ന് കണ്ടെത്തി ബാക്കി കാര്യങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റും, അതാത് പ്രദേശത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ കഴിയൂ. അല്ലാതെ ഈ പരിഹാരമൊക്കെ ഈ ആൾക്കാർ പറയുന്നത് കേട്ടാൽ തോന്നും ജീവിത നിലവാരം ഉയർത്തുകയും പരിസ്ഥിതി നാശം വരാതിരിക്കുകയും ചെയ്യാൻ പറ്റുന്ന എന്തോ ടെക്നിക്ക് ലോകത്തുണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ഒരു ലോകമില്ല. നമ്മൾ അറിയേണ്ടത് പരമാവധി നമുക്ക് 60 വയസ്സിൽ ചത്തോണ്ടിരുന്നവരെ നീട്ടിക്കൊണ്ടുപോയി 80 വയസ്സോ 85 വയസ്സോ 90 100 വരെ കൊണ്ടുപോവാ. അത് കഴിഞ്ഞും ചാകണ്ടേ? അന്നും ഈ രോഗമൊക്കെ വരും. മരിക്കാനുണ്ടായ ഒരു ജീവിയാണെന്നും കൂടെ അറിയേണ്ടത്. പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോഴും ജീവിക്കാനുള്ള അവസ്ഥയെ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ജീവിച്ചിരിക്കാനുള്ള സിറ്റുവേഷനെ അപായങ്ങളില്ലാതെ അപകടങ്ങൾ കുറച്ചുകൊണ്ട് സാധ്യമായ രീതികളെ കുറിച്ച് ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കണം. ആ ചിന്തിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളത്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനത ഇവിടെ ഇപ്പം ആർമി വന്ന് പാലം പണിയുമ്പോൾ അപ്പൊ മാത്രമാണ് എനിക്കൊരു ആർമിയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ലോകത്ത് ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണത്തുള്ളൂ. പോലീസുകാര് നല്ല പോലീസുകാരാണെന്ന് വിചാരിക്കുന്നത് ട്രാഫിക് കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രമാണ്. വേറൊരു സമയത്ത് നമുക്ക് അവരെ എടുക്കാൻ പാടാം. കാര്യമുണ്ട്, ഭരിക്കുന്നവരുടെ ഉപകരണമായി മറ്റുള്ളവരെ അടിച്ചമർത്താനുണ്ടായ ഒരു സംഘമാണ്. ലോകത്ത് പട്ടാളം ഉണ്ടായിരിക്കുന്നത് മറ്റുള്ളവരെ തോപ്പിക്കാനും കൊല്ലാനും വേണ്ടി ഉണ്ടായതാണ്. അവര് പ്രയോജനപ്രദമാക്കുമ്പോൾ മാത്രമാണ് അർത്ഥമുള്ളൂ. നമുക്ക് സംഘങ്ങൾ വേണം, സന്നദ്ധ സംഘങ്ങൾ മതി, ഒരാർമിയും വേണ്ട. പൗരന്മാരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആവശ്യം. ഒരു പോലീസും നമുക്ക് ആവശ്യമില്ല. സിറ്റിസൺസ് അസിസ്റ്റൻസും സന്നദ്ധ സംഘങ്ങളുമാണ് ലോകത്തുണ്ടാകേണ്ടത്. അതിന് എക്സ്പെർട്ട് നോളജ് ഉള്ള ആൾക്കാർ വേണം. ഇപ്പൊ അവിടെ ബെയിലി പാലം കെട്ടാനായിട്ട് ആർമിക്ക് കഴിയത്തുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പെർട്ട് നോളജ് മാത്രമാണ്. അത് ഏത് സംഘത്തിനും കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ആർമി ആയതുകൊണ്ടല്ല. ഭാരത് മാതാ കീ ജയ് എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ കോരി തരിക്കുകയല്ല, സങ്കടമാണ് എനിക്കുണ്ടായത്. കാര്യമുണ്ട്, ആ നിലവാരത്തിലുള്ള പട്ടാളത്തിനെ പറ്റിയുള്ള ഒരു കുളിരുമില്ല. പട്ടാളം ലോകത്തിന് അപകടമാണെന്ന് മാത്രമേ ചിന്തിക്കാനൊക്കത്തുള്ളൂ. മനുഷ്യർ ഒന്നിച്ച് നിൽക്കേണ്ട കാലത്ത് കൊല്ലാനായിട്ടുണ്ടായ ആൾക്കാരെ സംഘമാക്കി മാറ്റി ആളുകളെ കൊല്ലാനുണ്ടാക്കിയ ആൾക്കാരെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നന്മയുള്ളതായി മാറത്തില്ല. അത്രയും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം. മൈത്രേയന് ഒരു വർഷം മുന്നേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുണ്ടായി. വരും കാലങ്ങളിൽ ഇത്തരം അപകടങ്ങൾ, വെള്ളപ്പൊക്കവും അതേപോലെ ഉരുൾപൊട്ടലും തുടർച്ചയായി അനുഭവിക്കുന്ന രീതിയിൽ കേരളത്തിന് അനുഭവപ്പെടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നും അതിനെ മറികടക്കാനുള്ള ചില ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ ഉട്ടോപ്യൻ ആശയമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവരെയും നമ്മൾ ഫേസ്ബുക്കിൽ പരിഹസിച്ചവരെയും നമ്മൾ കണ്ടു. ഈ ഒരാശയം, ഇത്തരം ഒരു രീതിയിലുള്ള ചിന്താധാര നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സമയമല്ലേ ഇപ്പോൾ? കണിശമായിട്ടാണ്. ഞാൻ ഈ പരിഹാരങ്ങൾ, ഇവര് പറയുന്ന പരിഹാരങ്ങൾ, പക്ഷെ
അപ്പുറം ഇപ്പുറം നിന്ന് വഴക്കിട്ടിട്ട് പറയേണ്ട പരിഹാരമൊന്നുമല്ല. ഒരു ഗവൺമെന്റ് ഞാൻ ആ കത്ത് എഴുതിയത് പിണറായി വിജയനാണ്, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലവാരത്തിൽ. അല്ല പിണറായി വിജയൻ എന്തെങ്കിലും മെച്ചപ്പെട്ട മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടല്ല, മുഖ്യമന്ത്രി ആയിരിക്കുന്നുണ്ട് മാത്രം എഴുതുന്ന കത്താണത്. അതിനകത്ത് പറയുന്ന ഇതാണ്, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ വികാസവും കൊണ്ട് നമ്മൾ പാരിസ്ഥിതികമായിട്ടുള്ള നാശത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ആക്കമാണ്, തുടങ്ങുന്നതല്ല. അത് കൃത്യ വ്യത്യാസം അറിയണം. മനുഷ്യന് കറക്റ്റായിട്ട് ജീവിച്ചാൽ മരിക്കത്തില്ലെന്ന് തോന്നരുത്. നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ലോകവ്യാപകമായി, നമ്മൾ ഒരു രാജ്യത്തുള്ള ജനത മാത്രമൊന്നുമല്ല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കുറച്ച് ജനങ്ങളുള്ള ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നായ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന അത്രയും പൊല്യൂഷനും അവരുണ്ടാക്കുന്ന പാരിസ്ഥിതിക നാശവും ലോകവ്യാപകമായി ഉണ്ടാക്കുന്നതും വേറൊരു ജനതയല്ല. നമ്മളെല്ലാരും കൂടെ മുണ്ടു മുറുക്കി കൊടുത്താൽ അവർ നന്നായി കഴിയും എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. ഇതും നമ്മൾ അറിയേണ്ടത്. ഈ നാട്ടിലുള്ളവരെല്ലാവരും, ഞാൻ 2005 ഒരു പത്രക്കുറിപ്പിനകത്ത് മിതത്വം പാലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചത്. മിതത്വം പാലിക്കണം ജീവിതത്തിൽ. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിനകത്ത് അതെല്ലാം ചെയ്യുന്നു. ഈ ചെയ്യുന്ന കാരണം കൊണ്ടൊന്നും നമ്മളീ പറയുന്ന 800 കോടി ജനത്തിന്റെ ബാധകമല്ലത്. ഒരു 50 തൊട്ട് 100 കോടി ജനം ലോകത്തിന്റെ മണ്ടയിൽ കയറിയിരുന്ന് സകല സൗകര്യങ്ങളും ഉപയോഗിച്ച് നാട് നശിപ്പിക്കുന്ന നിലവാരത്തിൽ പെരുമാറുന്ന അവരാണ് ഭയങ്കര ഇന്നോവേറ്റേഴ്സ് ആണെന്നാണ് ഇവിടുത്തെ യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്മാരാണ് ഈ നാട് നടത്തുന്നതെന്നാണ്. സമ്പത്തുണ്ടായാൽ എല്ലാവരും ഒക്കെ ഉപയോഗിക്കാൻ കഴിയാത്ത നിലവാരത്തിലായി കഴിഞ്ഞാൽ പ്രയോജനരഹിതമാണ്. ലോകത്തിലെ എല്ലാ രാജാക്കന്മാർക്കും ഇതുപോലെ സ്വത്തുണ്ടായിരുന്നവരാണ്. അവരെല്ലാവരും സ്വർണ്ണ കസേരയിൽ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അംബാനിയുടെ മോടെ കല്യാണം കണ്ടതല്ലേ, അത് ഇഷ്ടം പോലെ ഇതുണ്ടായി എന്നൊക്കെ പറയും, ജോലി കൊടുത്തു എന്നൊക്കെ പറയുന്ന കഥ പറയുമ്പോ നമുക്ക് തന്നെ നാണം തോന്നത്തില്ല. നമ്മൾ ഒരിക്കലും രാജാവിനെ മാറ്റേണ്ട ആവശ്യമേ ലോകത്തുണ്ടായിരുന്നില്ല. അതിനു പകരം ആയിരക്കണക്കിന് രാജാക്കന്മാരെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1% ആൾക്കാരുടെ കയ്യിലാണ് ലോകത്തെ സ്വത്ത് മുഴുവൻ. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുകയാണ്. ഒരു പരിസ്ഥിതിയോ ഒരു മനുഷ്യനെ പറ്റിയോ അവർ അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത സാധനം ഭയങ്കര ഗുണപരമായ മുന്നേറ്റമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ബുദ്ധിജീവികളെന്ന് അഭിനയിക്കുന്ന ശരിയായ പൈശാചികമായ ആൾക്കാർ. പിശാചികളാണ് അവരാണ് അത്തരത്തിലെ ന്യായങ്ങൾ പറയുന്നത്. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. ജനദ്രോഹികളായ മനുഷ്യരാണ്. പക്ഷെ മനുഷ്യനെന്ന് പറയുന്ന ജീവി ഒന്നിച്ച് നിൽക്കാനും വേണ്ടി വിവരം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അറിയുന്ന സ്ഥലം. പക്ഷെ അതിനകത്ത് കൂട്ടത്തിൽ ദ്രോഹികളെന്ന് പറയുന്നവർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിതകമൊക്കെ പഠിക്കുന്ന സമയത്ത് 100-ൽ ഒരാള് സൈക്കോപത്തുകളാണെന്ന് അവര് കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ 800 കോടി ജനത്തിനകത്ത് 100-ൽ ഒരാള് വെച്ചിരുന്ന് കണക്ക് കൂട്ടി എന്തൊരു വലിയ നമ്പരാണെന്ന് ഞാൻ കാണുന്നത്. ഈ പണക്കാരെന്ന് പറയുന്നവരും ഈ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നവരെല്ലാം ഈ സൈക്കോപത്തുകളായിരിക്കും. കണ്ണി ചോരയില്ലാതെ മാത്രമേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്നവനെ പറ്റി ആലോചിക്കുകയും കൂടെ ചെയ്യണം. ആലോചിക്കാതെ ലാഭത്തിന്റെ യുക്തിക്കകത്ത് മാത്രം ചിന്തിക്കുന്ന ഏതവനും സൈക്കോപത്ത് തന്നെയാണ്. അവനെ ഇവിടുത്തെ ബുദ്ധിജീവിയായിട്ടിരുന്നാലും സൈക്കോപത്ത് തന്നെയായിരിക്കും. അത് അത്രയും നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പുറത്തിരിക്കുന്നവരെ പറ്റി കൺസേൺ ഇല്ലാതെ ഈ ഒരു വികസനത്തിനെ പറ്റിയും സംസാരിക്കാൻ ഒക്കത്തില്ലെന്നും ലോകവ്യാപകമായി മനുഷ്യര് പരസ്പര ബഹുമാനത്തോടെ സാധ്യമായ നീതിയുണ്ട്. അത് നമ്മൾ അറിയണം. സാധ്യമായ നീതിയുണ്ട്. അല്ലാതെ എല്ലാവർക്കും തുല്യനീതി വിധിക്കാനൊക്കത്തില്ലെന്നൊക്കെ എനിക്ക് പറയും. പക്ഷെ സാധ്യമായ നീതികളുടെ ലോകമുണ്ട്. സാധ്യമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലോകമുണ്ട്. സാധ്യമായിട്ടുള്ള നിയന്ത്രണത്തിൻ്റെതായ യുക്തികളുണ്ട്. ഇതൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാനായിട്ട് കഴിയുന്ന അത്രയും വിവരമുള്ള മനുഷ്യരായി നമ്മൾ മാറിയിട്ടില്ല. മനുഷ്യരെന്ന് പറയുന്നവര് ഈ പരസ്പരം ഇന്നും യുദ്ധം ചെയ്യുന്നതിനും അതിനകത്ത് ഗമ പറയുന്നവരും സ്വന്തം രാജ്യത്തിനകത്ത് അഭിമാനപൂർവ്വം നിൽക്കണമെന്ന് വിചാരിച്ച അഭിമാനികൾ എന്ന് പറയുന്നവർ അന്യരെ വെറുക്കുന്നവർ തന്നെയായിരിക്കും. ഞങ്ങളുടെ മതമാണ് മെച്ചമെന്ന് വിചാരിക്കുന്ന മതവിശ്വാസികളും അന്യരെ പോലെ തന്നെ മറ്റുള്ളവരെ കാണുക തന്നെ ചെയ്യുമെന്ന് അറിയുന്നവർ തന്നെയാണ്.
മേല് കീഴുള്ള എല്ലാ ബഹുമാനങ്ങളും മനുഷ്യർക്ക് ദ്രോഹമുള്ളതാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ഈ ചെയ്യും. കോർപ്പറേറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഈ കാര്യത്തിൽ കുറേ ഒരു പരിധിവരെ ഇടപെടാൻ കഴിയുന്ന പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ഇലോൺ മാസ്ക് പോലെയുള്ള വ്യക്തികൾ ഭൂമിയിൽ നിന്ന് മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയി കുടിയേറുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോഴും ഭൂമിയെ രക്ഷിച്ചെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഭൂമിയെ സംരക്ഷിക്കുന്ന യുക്തി അവർക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെടുന്ന യുക്തിയാണ്. ഈ റീസെന്റ് ആയിട്ടുള്ള എല്ലാ സിനിമകളും നിങ്ങൾ നോക്കിയാൽ മതി. ഒരു വാഹനത്തിൽ അവസാനം രക്ഷപ്പെടുന്നതാണ് പാരിസ്ഥിതിക നാശം ഉണ്ടാകുമ്പോൾ ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് കാണിക്കുന്നത്. നോഹയുടെ പെട്ടകം ഉണ്ടാക്കുന്ന ബുദ്ധിയാണ് ഇന്നും അവനുള്ളത്. അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോഹയുടെ പെട്ടകം ഉണ്ടാക്കി കുറച്ചു പേരെ മാത്രം രക്ഷിച്ചെടുത്തിട്ട് പിന്നെ പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഈ ദ്രോഹികളായ ലോകത്തിലെ മനുഷ്യരെ രക്ഷപ്പെട്ട് അത് കഴിഞ്ഞിട്ട് അവര് ഭൂമിയിൽ പാർക്കാൻ പോകുന്നതിനെ പറ്റിയാണ് അവരുടെ സ്വപ്നം. നമ്മുടെ സ്വപ്നം അങ്ങനെയല്ല. 800 കോടി ജനമുള്ളതിനും നന്നായി ജീവിക്കാനും അതേ സമയത്ത് തന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചിട്ട് കുറെ കൂടെ മെച്ചപ്പെട്ട് ഈ ഭൂമി ഒരു ഏകകമായി കണ്ട് അതിനോട് പെരുമാറാൻ കഴിയും എന്ന് വിചാരിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ലോകം മുഴുവൻ അങ്ങ് ശരിയായി പോകുന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. സാധ്യമായ നീതി, സാധ്യമായ ജീവിതത്തെ നയിക്കത്തുള്ളെന്ന് അറിയുന്ന ആളാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അതിനാണ് നമ്മുടെ ഉന്നം എന്താണ്, അവസാനത്തെ ആളും പ്രധാനമാണെന്നും ആ ആളിനും കൂടെ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയുടെ ദിശ എന്ന് പറയുന്നത് സകലരുടെയും സൗഖ്യത്തിന് എത്രത്തോളം സാധ്യമാണ് എന്ന്. അല്ലാതെ കുറച്ച് ആൾക്കാർ വളരെ മെച്ചപ്പെട്ടവരായിട്ട് ജീവിച്ചിട്ട് ബാക്കി ട്രിക്കിൾ ഡൗൺ അവരുടെ കയ്യിൽ നിന്ന് വീണ് കിട്ടുന്നത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷമായിട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നതാണ് ലോകത്തിന്റെ. ഇത് ഒരു 19-ാം നൂറ്റാണ്ടിൽ തന്നെ അത് അസംബന്ധമാണെന്ന് നമ്മൾ ലോകത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മനുഷ്യര് മര്യാദ കെട്ടവരാണ് എന്നാണ് ഇവർ കണ്ടെത്തുന്നത്. മര്യാദ പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. നമുക്ക് മര്യാദ കെട്ടവരായിട്ട് ആയിരക്കണക്കിന് വർഷം കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുകയാണ് സകല മതത്തിനകത്തൂടെയും. മേല് കീഴ് മേപ്പോട്ടാണ്, ദൈവമൊക്കെ മേളിലായിരിക്കുന്നത്, അങ്ങോട്ട് നോക്കിയാൽ മതി. സൈഡിലോട്ട് നോക്കുന്ന കഥ വളരെ കുറവാണ്. അതുകൊണ്ട് പരസ്പരം ഒന്നിച്ചു നിന്നുകൊണ്ട് രണ്ടുപേരും സംരക്ഷിക്കുന്ന യുക്തിക്കകത്തും അവസാനത്തെ ആളും പ്രധാനമാണെന്നും അതുവഴി നമ്മൾ എങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇന്ന് നമുക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ചിട്ട് എല്ലാ ആൾക്കാർക്കും കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഭൂമി ഏകകമായി ഒറ്റ ഭൂമിക്കകത്ത് നമ്മുടെ കയ്യിൽ ഒരു സ്പെയർ ഇല്ല, ഭൂമി എന്ന് പറയുന്നതിന് ഒരു സ്പെയർ ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയേണ്ടത്. അല്ലാതെ ചൊവ്വയിലേക്ക് പോയാലൊന്നും രക്ഷപ്പെടാനാകത്തില്ല. ചൊവ്വയൊന്നും ഭൂമിക്ക് പകരമല്ല. ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഒരു ഭൂമിക്ക് പകരമില്ല. അത് കാരണം കൊണ്ട് ഇനി അന്യ ഗാലക്സി പോയിട്ട് രക്ഷപ്പെടുന്ന യുക്തിയൊന്നും നമ്മുടെ യുക്തിക്കകത്ത് നിരക്കുന്നതല്ല, ജീവിതത്തിൽ ഇപ്പൊ സാധ്യവുമല്ല. അതുകൊണ്ട് സ്പെയറിന്റെ ട്രങ്കിനകത്ത് ഒരു സ്പെയർ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൂമിയെ സമീപിക്കേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണ്. ആദ്യത്തെ ജീവിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നല്ലത് ചീത്തയായി നമ്മൾ മറ്റുള്ളതും അനുഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ജീവിയാണ് നമ്മൾ. അതുകൊണ്ട് ആ അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് എത്രത്തോളം നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മാത്രം ആലോചിക്കേണ്ടതാണ്. അതിനാദ്യം വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് സാധ്യമായിരിക്കുന്ന സ്ഥലത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രാജ്യ അതിർത്തിക്കകത്ത് പട്ടാളം ഉണ്ടാക്കാതെ ഞാനൊരു പ്രൈം മിനിസ്റ്റർ ആണ്, ഞാനൊരു പ്രസിഡന്റ് ആണ്, ഞാനൊരു ഭരണാധികാരിയാണെന്ന് വിചാരിക്കുന്നവനെല്ലാം എന്റെ കാലഘട്ടത്തിനകത്ത് ഒരു യുദ്ധം ഉണ്ടാകത്തില്ല എന്ന് വൗച്ച് ചെയ്തിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറ്റേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രവൃത്തിയാണ് ഈ പറയുന്നത്. അപ്പുറത്തിരിക്കുന്നവർ മുഴുവൻ മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന, നമ്മളെല്ലാം ആഫ്രിക്കയിൽ ഉണ്ടായവരാണെന്നും ഒരു ദൈവത്തിന്റെ മക്കളാണെന്ന് ഇനി പറഞ്ഞ് കഥ പറയേണ്ട കാര്യമില്ല എന്നും പരസ്പരം ഒരൊറ്റ വർഗം തന്നെയാണെന്നും ഭൂമിത്തിരേഖയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ കറുത്തതും വെളുത്തതുമായി മാറി എന്നുള്ളതല്ലാതെ പല വംശങ്ങളില്ലെന്നൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് ഈ പഴഞ്ചൻ യുക്തികളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെച്ചമാണെന്നും ഇന്ത്യ പുണ്യരാജ്യമാണെന്നും ഹിന്ദുക്കൾ മെച്ചപ്പെട്ടവരാണെന്നും മുസ്ലിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നും അവസാനത്തെ പ്രവാചകന്റെ സാധനം തിന്നുന്ന വഴി ഞങ്ങൾക്ക് എന്തോ സവിശേഷതയുണ്ടെന്നും ഒക്കെ പറയുന്ന ഈ കഴുതകളുടെ ലോകത്ത് പെടാതെ
മനുഷ്യരൊരു കൂട്ടമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാനും പറ്റും. അതേ സമയത്ത് തന്നെ ഭൂമി എന്ന് പറയുന്നത് പാരിസ്ഥിതികമായി തകർച്ച നേരിടാതെ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നവരായി മാറ്റാനും പറ്റും. ഇത് എനിക്ക് സംശയമുണ്ട്. പൊതുവെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, വളരെ സജീവമായ ചർച്ചകളാണ് നടക്കുന്നത് മീഡിയകളിലൂടെയും അതേപോലെ ചാനലുകളിലൂടെയൊക്കെ. ഇത് ഒരു അപകടം വരുമ്പോൾ മാത്രം വരുന്ന ചർച്ചകളായി മാറുന്നില്ലേ? പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും, എനിക്ക് മനസ്സിലായി, ഇയാളുടെ ചോദ്യം മനസ്സിലായി. നമ്മൾ രണ്ടുപേരും മിണ്ടുന്ന അങ്ങനെ തന്നെയാണെന്ന് വിമർശനം വെക്കാവുന്ന സ്ഥലമല്ലേ ഇയാളുടെ ആ ചോദ്യം. നമ്മളെ രണ്ടുപേരും, ഞാന് ഇപ്പൊ വ്യക്തി ജീവിതത്തിനകത്ത് ഞാന് ഇങ്ങനെ ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കി ഒരു കത്തെഴുതി എന്നുള്ള ഒറ്റ ലൈസൻസ് അല്ലാതെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ പ്രതികരിക്കുന്നവരായിട്ട് തന്നെ നമുക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. പക്ഷെ ആ പ്രതികരിക്കുമ്പോൾ ആഴത്തിൽ ഈ വിഷയങ്ങൾ പഠിച്ചു പറയാനും എടുക്കാനും എന്റെ പക്ഷേ തുടർച്ചയായ ഇപ്പോൾ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ അവിടെ ഇത്തരം വിഷയങ്ങളെ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി കാണാൻ അവർക്ക് കഴിയുന്നത് തുടർച്ചയായ അപകടങ്ങൾ അവർ നേരിട്ട് പരിചയിച്ചുകൊണ്ട് കൂടിയാണ്. അപ്പം അതുപോലെയുള്ള ഒരു നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അവര് പേപ്പർ കൊണ്ട് പെരവെക്കുന്നവരാണെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഭയങ്കര മഴയും ചുഴലിക്കാറ്റും വന്നപ്പോൾ അതെല്ലാം പറന്നങ്ങ് പോയി. അപ്പൊ അവര് പേപ്പറിന്റെ പണി അങ്ങ് നിർത്തി. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് പേപ്പർ വെച്ച് വയ്ക്കുന്നവരാണ് ജപ്പാൻകാരെന്ന് പഠിച്ചിരുന്ന ഒരുത്തനാണ് ഞാൻ. ഒറ്റ പേപ്പറിന്റെ കാണത്തില്ല. കാര്യമുണ്ട്, ഭയങ്കര മഴയും ഭയങ്കര കാറ്റും വരുമ്പോൾ ഈ ഒരു പേപ്പറും നിൽക്കത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് കല്ല് വെച്ചിട്ടുള്ള പെരകൾ വെച്ച്, അപ്പൊ ഭൂമി കുലുങ്ങിയപ്പോ ആ കല്ല് വീണ് ചാത്ത്. കരിയിലയുടെയും മണ്ണാങ്കട്ടയുടെയും കഥ പറയുന്ന പോലുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇതുപോലുള്ള പ്രശ്നം അവിടെ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല ഇത്തരം വിഷയങ്ങൾ. പഠിച്ചെടുത്തത് എന്താണ്? 9 വരെ ഉള്ള റിച്ചർ സ്കെയിലിൽ 9 സ്കെയിലിൽ വരെ പോയിരുന്ന തകരാത്ത കെട്ടിടം കണ്ടുപിടിക്കുന്ന സാങ്കേതിക വിദ്യ വികസിച്ചത് കൊണ്ടാണ് നമുക്ക് അവിടെ ഇപ്പോൾ ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കി കാറ്റടിച്ചാൽ പറന്നു പോകാത്തത്, ഭൂമി കുലുങ്ങിയാൽ തലയിലും വീഴാത്ത കെട്ടിടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് മാത്രം കഴിഞ്ഞ ഒന്നാണ്. അത് കണ്ടെത്തുന്നത് വരെ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കും. ജീവിതത്തിലെ പല പ്രശ്നത്തിന്റെയും പരിഹാരം സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ടല്ലാതെ കഴിയില്ല. അല്ലാതെ ലളിതമായി ജീവിക്കുന്നത് വഴി കൊടുങ്കാറ്റ് ഒഴിവായി പോകുകയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനകത്ത് മുങ്ങിച്ചാകാതിരിക്കുകയോ ഒന്നുമില്ല. എന്താണ് ആളുകൾ ഈയിടയ്ക്ക് ഞാനൊരു ഒരു പാട്ടിനകത്ത് കാണുന്നത്, പണ്ടും മഴ പെയ്തിട്ടുണ്ട്, ഇപ്പം മഴ പെയ്യുന്നത് നമ്മൾ ഈ പണിയൊക്കെ എടുത്തിട്ടാണ് നാട് നാശിക്കുന്നതെന്ന് പറയും. പണ്ട് വെള്ളപ്പൊക്കം, നോവയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായതിന്റെ കഥയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അത് അന്ന് മഴ പെയ്തപ്പോ വെള്ളപ്പൊക്കം പൊങ്ങിക്കൊണ്ടല്ലോ ഇവന്റെ പാട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ എത്ര അസംബന്ധമാണെന്നറിയോ. ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നാണം തോന്നും. ഇവിടുത്തെ വൈശാലിയുടെ കഥ, സിനിമയ്ക്കകത്ത് വന്ന വൈശാലിയുടെ കഥയല്ലേ, ഋഷ്യശൃംഗന്റെ കഥ. അന്ന് 3 വർഷം അവിടെ മഴ പെയ്യാതെ വരൾച്ച ഉണ്ടായതിനെ പറ്റിയുള്ള കഥയ്ക്കകത്തു നിന്നാണ് ആ കഥ പോലും ഉണ്ടായിരിക്കുന്നത്. ഇവര് പറയുന്നതൊക്കെ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് വരൾച്ച വന്നുകൂടാല്ലോ. ഇങ്ങനൊന്നും അല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഈ മരുഭൂമിയൊക്കെ ഉണ്ടായതൊന്നും നമ്മൾ കാരണമല്ല. പക്ഷെ മരുഭൂമിയിലെ ആടിനെ വളർത്തിയാൽ പെട്ടെന്ന് തന്നെ മരുഭൂമി കടുത്ത മരുഭൂമിയായി മാറും എന്ന് നമ്മൾ അറിയേണ്ടത്. ഭൂമിക്ക് സൂര്യന് ചൂട് കൂടുന്നതോ, ഭൂമി സൂര്യനിൽ നിന്ന് അകലുന്നതോ, ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നതോ, എന്താണ് വ്യാഴവും ശനിയും ഭൂമിയെ കൂടുതൽ ആകർഷിച്ച് സൂര്യനിൽ നിന്ന് അകറ്റുന്നതോ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഭൂമി കുലുങ്ങുന്നത്, അഗ്നിപർവ്വതം പൊട്ടുന്നത്, വലിയ മീറ്റിയോറൈറ്റോ അല്ലെങ്കിൽ ആസ്ട്രോയിഡോ വന്ന് നമ്മുടെ തലയിൽ ഇടിക്കുന്നത്, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇതൊക്കെ ഭയങ്കരമായ തകർച്ചയും എന്തിനാ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത തരത്തിലുള്ള വംശനാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതെല്ലാം നടക്കുന്ന ഒരു ഭൂമിയിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത വലിയ മേഖല നിൽപ്പുണ്ട്. ലോകത്ത് വൈറസുകൾ, നമ്മളെ തിന്നാൻ പറ്റുന്ന കഴിവുള്ള വൈറസിനുണ്ടാകുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? വന്നതിന് ശേഷം നേരിടാനേ പറ്റുള്ളൂ. വൈറസുകളൊക്കെ ഉണ്ടാകുന്നിടത്തുനിന്ന് നമുക്കൊന്നും യാതൊരു ഇടപെടാനും കഴിയില്ല. ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്.
മൈക്രോബ്സ് ശാസ്ത്രീയമായി പലതിനെയും നേരിടാൻ ശക്തിയുണ്ട് നമുക്കെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കൊറോണ വന്ന് നമ്മളൊന്ന് പെട്ടെന്ന് സ്റ്റക്കായി പോയത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് മൈക്രോബ്സിന്റെ ലോകങ്ങളും മീറ്ററൈറ്റ് വന്ന് തലയിൽ വീഴുന്നതിന്റെയും ഭൂമി കുലുങ്ങുന്ന സമയത്തുണ്ടാകുന്ന നാശവും അഗ്നിപർവ്വതം പൊട്ടുന്നതും ഒക്കെ ഉള്ള ഒരു ഭൂമിയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. അല്ലാതെ പ്രകൃതി അമ്മയാണ്, പ്രകൃതിക്ക് താളം ഉണ്ടെന്നൊക്കെ പറയുന്ന കഥയൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ പറ്റിക്കരുത്. അങ്ങനൊന്നും അല്ല. അങ്ങനത്തെ ഒരു താളവും ഇല്ല. എവല്യൂഷൻ പഠിക്കണം. അതിനകത്ത് ജീവിച്ചിരിക്കുന്നതിന് വേണ്ടിയുള്ള കഴിവുകളുള്ള ജീവികൾ നിലനിൽക്കും. അത്രയേ ഉള്ളു. മനുഷ്യൻ പരസ്പരം തിരിച്ചറിഞ്ഞ ഒരു ജീവി ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതിന് പോലും മീനിങ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് ഭാഗ്യം എന്ന് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അതുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പരസ്പരം സംസാരിക്കാൻ. അല്ലാതെ ചില ആളുകൾ മര്യാദകളായിട്ട് ജീവിച്ചത് കൊണ്ടും പറഞ്ഞത് കൊണ്ടും ആണ് പ്രവർത്തിച്ചത് കൊണ്ടും മാത്രമാണ് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തുണ്ടായെന്നുള്ള നിലവാരത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതിനൊരു ഉത്തരം പോലും പറയേണ്ട കാര്യമില്ല. ഈ ആളുകൾ ഞാൻ എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ ചവിട്ടി വന്ന് ട്രോള് ചെയ്യുമ്പം കഷ്ടം എന്ന് മാത്രമേ ആ കഴുതകളെ പറ്റി എനിക്ക് പറയാനുള്ളൂ. പൊതുവെ ഇപ്പോ ലോകവ്യാപകമായിട്ട് ലോക ശ്രദ്ധയിൽ വന്നിട്ടുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ. ആഗോളതാപനം ഉണ്ടാക്കുന്ന വ്യതിയാനം, ലോകത്തിന്റെ പല കോണുകളിലും ഉണ്ടാകുന്ന വ്യതിയാനം, ഇതിന് നടപടിയെടുക്കുന്നുണ്ട്. ഗ്രീൻ എനർജി പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കാറുകളിലും മറ്റുള്ള ബാറ്ററി ഉപയോഗിച്ചുള്ള എക്കോ ഫ്രണ്ട്ലി ആയുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ വേഗത പോരാ, അല്ലെങ്കിൽ ഇതിന് വേഗത കൂട്ടിയാൽ ഒരു പരിധിവരെ ഇതിന് ഒരു പരിഹാരമാകും. നമ്മളിത് വേഗത കൂട്ടാനൊക്കെ ആരാടോ ഇത് എല്ലാരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് കമ്മിറ്റി കൂടിയിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നതെന്ന് തോന്നുമല്ലോ ഈ പറയുന്നതൊക്കെ കേട്ട. ഇത് ഇടയ്ക്ക് വെച്ച് അങ്ങനെ പറയരുത്. ഇത് ആരും കൂട്ടുന്ന കാര്യം ഇയാൾ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തോണ്ടിരിക്കുന്നവന്മാരുടെ അടുത്ത് വേണോ ഇത് പറയാൻ? വെറുതെ അസംബന്ധമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. മനുഷ്യര് അങ്ങനെ ഒന്നിച്ചിരുന്ന് ഒരു ഭൂമിയെ പറ്റി ആലോചിക്കുന്നിടത്തേക്ക് എത്തിയിട്ടൊന്നുമില്ല. അത് നമ്മൾ അറിയണം. പക്ഷെ പല രാഷ്ട്ര തലവന്മാരും അല്ല, നമുക്ക് കാണാം പത്രങ്ങളിലെ ചെറിയ ചെറിയ ന്യൂസുകളായി ഇത്തരം ന്യൂസുകൾ നിർത്തിയാൽ മതി. വെറുതെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്ര തലവനൊക്കെ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്ര തലവന്മാരുള്ളിടത്തോളം കാലം അവന്മാർക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറുകയും കൂടെ ചെയ്യും. അല്ലാതെ പരിസ്ഥിതികമായ നന്മ ചെയ്യുന്ന രാഷ്ട്ര തലവന്മാര് മാത്രമല്ല ഉണ്ടാകുന്നത്. പുട്ടിനും ഉണ്ടാവും, മോദിയും ഉണ്ടാവും. അത് മറക്കണ്ട. ലോകത്ത് സകല ആയുധങ്ങളും ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതിനെ പറ്റി മാത്രം കൊതിയോടിരിക്കുന്നവന്മാരും ലോകത്തുണ്ടാവും. അവനൊക്കെ രാഷ്ട്ര തലവന്മാരുമാവും. ഇതുമൊക്കെ നമ്മൾ കാണണം. അതുകൊണ്ട് അങ്ങനെയൊക്കെ കൂടെ ചേർത്ത് ഇതിനെ മനസ്സിലാക്കുകയും കൂടെ ആണ് വേണ്ടത്. അല്ലാതെ വെച്ചടി മൈത്രേയൻ പറയുന്നത് ഇത് പ്രകാരമാണെങ്കിൽ 800 കോടിയുള്ള മനുഷ്യർ 50 കോടിയായി ചുരുങ്ങുമ്പോഴും മനുഷ്യർ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അതങ്ങനെ തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. മനുഷ്യരല്ലാതാകത്തില്ല. അത് എനിക്കിന്ന് അറിയുന്ന ആവും. നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ നമ്മളല്ലാതാകും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കിന്നില്ല. അതൊക്കെ പണ്ട് കാലത്ത് നാരായണ ഗുരുവൊക്കെ സോദരത്തെ വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് എഴുതി വെച്ചാൽ അവിടെ എല്ലാവരും വന്ന് പാട്ട് പാടുമെന്നൊക്കെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുത്തന്റെ സംഗീതമായി മാറുമെന്ന് കാർമാസ് പറയുന്നൊന്നും ലോകത്ത് നടക്കുന്നതല്ലെന്ന് തിരിച്ചറിയുന്ന ആളാണ്. സാധ്യമായതെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. സാധ്യമായ ശരിയും സാധ്യമായ നീതിയും മാത്രമേ ലോകത്തുള്ളൂ. മനുഷ്യനല്ലാതാകത്തില്ല. അവര് ഏത് സമയത്തും എല്ലാ കാറിനകത്തും ഇരിക്കുമ്പോൾ ആ കാറിനകത്ത് ഇരിക്കുന്നവൻ ആദ്യം വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ ആ കാറിനകത്ത് ഇരിക്കത്തുള്ളൂ. നിയന്ത്രണങ്ങൾ സാധ്യമാണ്. ആ നിയന്ത്രണം വഴി ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ശിക്ഷകളും ആവശ്യമാണ്. നിയന്ത്രണത്തിൻ്റെതായ ലോകങ്ങളിൽ അപ്പുറത്തോട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ള പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടതാണ്, ഇത്രയും മനുഷ്യരും ഇതിപ്പോ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത് അധികകാലം നമ്മൾ ചിലപ്പോൾ നീണ്ടു പോയെന്ന് വരുത്തില്ല എന്ന് പറയുന്ന അത്രയും പാരിസ്ഥിതികമായ നാശം ലോകത്തുണ്ടായിട്ടുണ്ടെന്നും കാണേണ്ടത്. ഈ മനുഷ്യരുടെ ഇപ്പൊ ഇതുവരെയുള്ള വികാസവും സാധനവും ഒക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന പരിസ്ഥിതിയെ പറ്റി പറഞ്ഞാൽ 2030 2050 വരെ കഷ്ടിച്ച് നമ്മൾ എത്തത്തുള്ളൂ എന്നുള്ള നിലവാരത്തിലാണ് ഒരുവിധമുള്ള ഒരു 60% പാരിസ്ഥിതിക
പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുടെയും ലോകവീക്ഷണം. അത് കാരണം കൊണ്ട് ചിലപ്പോൾ നല്ലോണം ഒന്ന് ആളിക്കത്തി തീരുന്ന ഒരു ജീവി പോലും ആയിരിക്കും നമ്മൾ. അല്ല, നമ്മൾ എന്നും കാണുമെന്നൊക്കെ ആലോചിക്കേണ്ട. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം, അതിന്റെ വരും വരായികളെ പറ്റി അറിഞ്ഞ് നന്നായി നരകിച്ച് മരിക്കുന്ന ഒരു ജീവി പോലും ആയി പോകാൻ പറ്റും. അതും കൂടെ ആലോചിച്ചിട്ട് ബാക്കി ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ പരിഹരിച്ച്, ഇതുവരെ ലോകത്ത് ഒരു ജീവിയും അവരുടെ പ്രവൃത്തിയുടെ ഫലം എങ്ങനെ വരുമെന്ന് തിരിച്ചറിവില്ലാത്തവരാണ്. തിരിച്ചറിവ് ഉണ്ടായത് കാരണം കൊണ്ട് നമ്മൾ ജീവി അല്ലാതാകത്തില്ല എന്നും കൂടെ അറിയേണ്ടത്. സകല വിരോധവും, അന്യവിരോധവും, അന്യരെ വെറുക്കുകയും അന്യരെ രണ്ടാമത് കാണുകയും ചെയ്യുന്ന ഒരു ജീവിയും കൂടാണ് നമ്മൾ. അല്ലാതെ പാട്ടുപാടി എല്ലാവരും പ്രണയപൂർവ്വം കാണുന്നവരൊന്നുമല്ല. പൊതുശത്രുവിനെ കാണുമ്പോൾ മാത്രം ഒന്നിക്കുന്നവരുമാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ജീവിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമായിരിക്കും ഇതൊക്കെ. ഇപ്പൊ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആർമി കുറയ്ക്കണമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇതിന്റെ ചവിട്ടി വന്ന്, ഞാൻ ഈ പറഞ്ഞതിന്റെ ചവിട്ടി വന്നിട്ട് രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ പോകുന്ന കഴുതകളെ പറ്റി ഓർത്തു വേണം ഞാൻ ഈ വരിയും കൂടെ പറയാം. ഇത് ഇനി ഈ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ കേരളത്തിൻ്റെ തുടർച്ചയായുള്ള ഇത്തരം അപകടങ്ങൾ, ഒന്നുമില്ലെങ്കിൽ പ്രളയം, അത് കഴിഞ്ഞ് ഒരു വർഷത്തിൽ തന്നെ ചിലപ്പം ഈ പ്രളയവും ഉരുൾപൊട്ടലും ഒന്നിച്ചുണ്ടാവാവുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനി നമ്മൾ തുടർച്ചയായി പ്രതീക്ഷിക്കണമല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിരിക്കേണ്ടതില്ലേ ഈ ഗവൺമെൻറ്? അതിന് എന്താണ് മൈത്രേയൻ്റെ സജഷൻ, ഏറ്റവും ബെസ്റ്റ് പ്രിപ്പറേഷൻ? ഞാനത് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്ക് എഴുതുന്ന കത്തിനകത്ത് ഇത് മൂന്നും പറഞ്ഞിട്ടുള്ള. കടൽത്തീരത്ത് നിന്ന് കഴിയുന്നത്രയും ദൂരോട്ട് മാറി താമസിക്കാൻ ആൾക്കാരോട് ആവശ്യപ്പെടാവുന്നതാണ്. എല്ലാ ആറ്റിന്റെ തീരത്തു നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അവര് വീട് വെക്കുകയാണെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി പോലത്തെ പദ്ധതി വെക്കുമ്പോൾ കണിശമായിട്ട് ഇതെല്ലാം നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ മലയുടെ ചരിവ്, ഇപ്പൊ അതിന്റെ കണക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, 22 ആംഗിൾ എന്ന് കണ്ട് അത്രയും, അതൊക്കെ കണിശമായി ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ വേറെ ആരും താമസിക്കാതിരിക്കാനും ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും തന്നെയും നമ്മുടെ ഈ വരുന്ന പാരിസ്ഥിതികമായിട്ടുണ്ടായിരിക്കുന്ന, ലോകവ്യാപകമായി ഉണ്ടായിരിക്കുന്ന മാറ്റത്തിനെ ശമിപ്പിക്കത്തില്ല. രക്ഷപ്പെടാനേ പറ്റൂ. നമ്മൾ എന്ന് പറഞ്ഞാൽ അടിയന്തരമായി നമ്മൾ ചാകത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഇത്രയും മഴയും ഇത്രയധികം ശല്യം സഹിക്കണ്ടെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ മാറി താമസിച്ചാൽ, ഈ സൈഡില്, ഈ പടിഞ്ഞാറ് വശത്ത് ഈ ഭൂമി ചരിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് താമസിച്ചാൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരേ സമയത്ത് മഴ കൊണ്ടുണ്ടാകുന്ന സൗഭാഗ്യം ഉണ്ടാകുകയും നല്ല മഴ കിട്ടുന്ന പ്രദേശം ഉണ്ടാകുമ്പം അത് ഈ തരത്തിലുള്ള മാറ്റം വരുമ്പോൾ അതിന്റെ ദുരിതവും കൂടെ അനുഭവിക്കുന്നവരായിട്ടേ വരും. അതങ്ങനെ ഒഴിവാകുന്നതല്ല. കടലിൽ പോയാല് ശുദ്ധവെള്ളം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് അറിയുന്നത് പോലാണ്. കരുതിയ വെള്ളം തീർന്നാൽ ഈ കടൽ വെള്ളം ശുദ്ധീകരിക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കണിശമായിട്ടും വെള്ളത്തിന്റെ നടുവിൽ വെള്ളം കുടിക്കാതെ ചാകേണ്ടി വരും. ഇതുപോലെയാണ് കേരളം ബാക്കി എല്ലാ നിലവാരത്തിലും നന്നായിരിക്കുന്ന നല്ല ഭൂമിയും നല്ല കാലവും ഇതൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ ഇവിടെ ജീവിക്കുന്നതിന്റെ വില കൊടുക്കാതിരിക്കാൻ കഴിയും. മലമ്പനി വരും, കൊതുക്, സകല മൈക്രോബ്സും ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരിക്കും കേരളം. അതേപോലെ തന്നെ ഇത്രയധികം നദികൾ ഉണ്ടായിരിക്കുന്നുണ്ട്, അത്രയധികം വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ താഴ്ന്ന പ്രദേശമുള്ള കേരളമാണ്. അവിടെ എല്ലാം കടല് കയറും എന്നും കൂടെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കടല് കയറുമെന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ലാൻഡ് സ്ലൈഡ്സ്, നമ്മൾ ഉരുള് പെട്ടുന്നെന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലിപ്പ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന സാധനം തന്നെയാണ്. അത് കൂടെ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് എത്രത്തോളം ജീവിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. മരിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കരുത്. ഇപ്പൊ ഈ 22 ഡിഗ്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ 22 ഡിഗ്രിയിൽ നിന്ന് ഒഴുകി വരുന്നത് സമതലത്തിലേക്കാണ്. അപ്പൊ അവിടെയും അതിന്റെ ചോട്ടിൽ താമസിക്കുന്നവനും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലേ, വെള്ളം പൊങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബോട്ടിനകത്ത് അല്ലെങ്കിൽ ചങ്ങാടത്തിനകത്ത് വീട് വെച്ച് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളപ്പൊക്കവും നമ്മളെ ബാധിക്കത്തില്ല. പക്ഷെ കടല് കയറാത്തടത്ത് മാത്രമേ, കായലുകൾ ഇത്രയും ഉള്ളത് കൊണ്ടാണ് ചങ്ങാടങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുന്നത്.
ആലപ്പുഴ ജില്ലയിലുള്ള ആളുകൾ ചങ്ങാടങ്ങളിൽ ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വഴിയൊക്കെയാണ് അതൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പരിഹാരങ്ങളാണ്. പക്ഷെ എല്ലാവരും ആദ്യത്തെ പണക്കാരൻ ചങ്ങാടത്തിൽ താമസിച്ചാല് ദരിദ്രവാസി അതിൽ കയറുമോ? അതുവരെ ചെയ്യില്ല. അതുവരെ എങ്ങനെങ്കിലും മണ്ണിനകത്ത് പെര വയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും വെള്ളം പൊങ്ങുമ്പോൾ അതിനകത്ത് മുങ്ങുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ലോകത്തിന്റെ വെള്ളത്തിനടിയിൽ ജീവിക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യ വരെ ഉള്ളവരാണ് നമ്മൾ. എന്നിട്ട് അതൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാതെ ജീവിക്കുന്നവരാണ്. ഇതൊക്കെ അറിയണം. എത്ര വലിയ തിരയടിച്ചാലും അറിയാത്ത കപ്പലൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനതൊക്കെ ജീവിക്കാം. അല്ല ഈ പെര കരയ്ക്ക് തന്നെ വെക്കണമെന്നുള്ള ഒരു നിയമവുമില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ജീവിതത്തിനെ പലതരത്തിൽ ജീവിക്കാം എന്ന് വൈവിധ്യമാർന്ന് ജീവിക്കാൻ പഠിക്കുന്ന ജീവിയായി മാറിക്കൊണ്ട് മാത്രമേ നമ്മൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റൂ. അല്ലാതെ പഴയകാല ശീലങ്ങളിലുള്ള ഒരു തരത്തിലുള്ള പരിഹാരം കൊണ്ട് അത് കഴിയും. അവിടെയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസം അടിയന്തരമായി നമുക്ക് ആവശ്യമാണ്. ഓരോ കാര്യത്തിനകത്ത് നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനകത്ത് കിടന്ന് വിരളുന്ന അല്ല, ഓരോ ചട്ടിക്കകത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ടുണ്ടായിട്ടുള്ള കൃഷി സമ്പ്രദായമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. മീനിനെയൊക്കെ തിന്നുകയൊക്കെ ചെയ്യുന്ന മുഴുവൻ മീനെ കടലിൽ പോയി പണ്ട് കാട്ടിൽ കയറി കടുവായും മാനിനെയും പിടിച്ചോണ്ട് വരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ഈ കടലിൽ പോയി മീനെ പിടിക്കുന്നത്. മീനെ കൃഷി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പിടിക്കുന്നത്. ആ കൃഷി കടലിൽ എങ്ങനെ മീൻ കൃഷി ചെയ്യാമെന്നുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, കായലിൽ എങ്ങനെയാണ് മീൻ കൃഷി വികസിപ്പിക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പരിഹാരങ്ങളല്ലാതെ വേറെ വഴിയൊന്നും നമുക്കില്ല.